السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين نبينا محمد وعلى آله وصحبه أجمعين. أما بعد. شروط الصلاة وأركانها وواجباتها എന്ന കിതാബാണ് നമ്മൾ വായിച്ചു വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ 4 ഷർത്തുകളാണ് ആദ്യത്തെ 2 ക്ലാസ്സുകളിലായി നമ്മൾ പൂർത്തിയാക്കിയത്. 4ാമത്തെ ഷർത്തായ റഫ്ഉൽ ഹദസ്, അശുദ്ധി ഉയർത്തുക എന്നുള്ളത് ഒരൽപ്പം വിശദീകരിക്കേണ്ട ഭാഗമായതിനാൽ ഷെയ്ഖ് റഹിമഹുല്ലാ അവിടെ അത് വിശദീകരിച്ചു. അവിടെ വുളുവിൻ്റെ ഷർത്തുകളെക്കുറിച്ചും അതിൻ്റെ ഫർളുകളെക്കുറിച്ചും വുളുവിലുള്ള വാജിബിനെക്കുറിച്ചും വുളു മുറിയുന്ന കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം നമ്മളവിടെ ചർച്ച ചെയ്യുകയുണ്ടായി. അതിനുശേഷം അദ്ദേഹം 5ാമത്തെ ഷർത്തിലേക്ക് വരികയാണ്. അഷ്ഷർത്തുൽ ഖാമിസ് ഇസാലത്തുൻ നജാസതി മിൻ സലാസിൻ മിനൽ ബദനി വസ്സൗബി വൽബുഖഅ വദ്ദലീലു ഖൗലുഹു തആല വസിയാബക ഫതഹിർ. നിസ്കാരം ശരിയാകാനുള്ള 5ാമത്തെ നിബന്ധന നജസുകളെ നീക്കം ചെയ്യുക എന്നുള്ളതാണ്. അത് 3 കാര്യങ്ങളിൽ നിന്നും 3 വസ്തുക്കളിൽ നിന്നും നജസുകളെ നീക്കം ചെയ്യണം. ഒന്നാമത്തേത് മിനൽ ബദൻ, നിസ്കരിക്കുന്ന വ്യക്തിയുടെ ശരീരത്തിൽ നിന്നും നജസ് നീക്കം ചെയ്യണം. 2ാമത്തേത് വസ്സൗബ്, നിസ്കരിക്കുന്ന വ്യക്തി നിസ്കരിക്കാൻ ഉപയോഗിക്കുന്ന വസ്ത്രത്തിൽ നിന്നും നജസ് നീക്കം ചെയ്യണം. 3ാമത്തേത് വൽബുഖഅ, നിസ്കരിക്കുന്ന സ്ഥലത്തും നജസ് ഉണ്ടാകാൻ പാടില്ല. വദ്ദലീലു ഖൗലുഹു തആല, ഇതിനുള്ള തെളിവ് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു വസിയാബക, താങ്കളുടെ വസ്ത്രം ഫതഹിർ, അതിനാൽ അത് ശുദ്ധീകരിക്കുക എന്നാണ്. ഇവിടെ നമ്മൾ നിസ്കരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം നജസ്സുകളൊന്നും അവന്റെ ശരീരത്തിലോ വസ്ത്രത്തിലോ നിസ്കരിക്കുന്ന സ്ഥലത്തോ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ട് എന്ന് ഒരാൾക്ക് മനസ്സിലാകുകയും അയാൾ മനഃപൂർവ്വം നിസ്കരിക്കുകയും ചെയ്താൽ അയാൾ നിസ്കാരം ഒരിക്കലും ശരിയാവുകയില്ല. നജസുള്ള ഒരു സ്ഥലത്ത് വെച്ച് ഒരാൾ നിസ്കരിച്ചാൽ അയാൾ എത്ര വൃത്തിയായി നിസ്കരിച്ചാലും ശരി, അയാൾ നിസ്കാരം ശരിയാവുകയില്ല. അതല്ലെങ്കിൽ അയാളുടെ വസ്ത്രത്തിൽ നജസുണ്ടെന്ന് അയാൾക്കറിയാം, ശരീരത്തിൽ നജസുണ്ട് എന്ന് അയാൾക്കറിയാം, എന്നിട്ട് അയാൾ ശുദ്ധീകരിക്കാതെ കേവലം വുളു മാത്രം എടുത്ത് ഒരാൾ നിസ്കരിക്കുകയാണ് എങ്കിൽ റഫ്ഉൽ ഹദസ് അയാൾ ചെയ്തിട്ടുണ്ട്, വുളു എടുത്തിട്ടുണ്ട്, അല്ലെങ്കിൽ വലിയ ശുദ്ധി വേണ്ടി കുളിച്ചിട്ടുണ്ട്, പക്ഷെ നജസ് നീക്കം ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാവുകയില്ല. കാരണം ഇത് നിബന്ധനയാണ് എന്നാണ്. എന്നാൽ പണ്ഡിതന്മാർ പറയുന്നു മറ്റ് നിബന്ധനകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ ഒരു നിബന്ധനക്ക്, നജസ് നീക്കം ചെയ്യുക എന്നുള്ള നിബന്ധനക്ക് ഒരാൾ അറിയാതെ അങ്ങനെ സംഭവിച്ചാൽ അതിന് ഇളവുണ്ട് എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്ന് വെച്ചാൽ ഒരാൾ നിസ്കരിച്ചു കഴിഞ്ഞു, അയാളുടെ വസ്ത്രത്തിൽ അല്ലെങ്കിൽ ശരീരത്തിൽ അല്ലെങ്കിൽ നിസ്കരിച്ച സ്ഥലത്ത് നജസുണ്ട് എന്നുള്ള കാര്യം അയാൾ അറിഞ്ഞിട്ടില്ല, അയാൾ ഓർമ്മയില്ലാതെയാണ് നിസ്കരിച്ചത്. അങ്ങനെ അയാൾ നിസ്കരിച്ചു കഴിഞ്ഞാൽ അയാളുടെ നിസ്കാരം സ്വീകരിക്കും എന്നാണ് പറയുന്നത്. ഇതിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയ പണ്ഡിതന്മാരുണ്ട്, പക്ഷെ ബഹുഭൂരിപക്ഷവും ഇത് വുളുവിനെ മുറിച്ച് കളയുകയില്ല, അല്ലെങ്കിൽ നിസ്കാരത്തെ മുറിച്ച് കളയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതിനവർക്ക് തെളിവുണ്ട്. അതിപ്രകാരമാണ് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബികളുമായി ജമാഅത്തായി നിസ്കരിക്കുകയാണ്. ജമാഅത്തായി നിസ്കരിക്കുന്നതിനിടയിൽ പെട്ടെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ചെരുപ്പ് ഊരി മാറ്റുകയാണ്. സ്വഹാബികൾ നിസ്കാരത്തിൽ ഇത് കാണുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെരുപ്പ് ഊരി മാറ്റുന്നത്. അവരും ഒന്നും നോക്കിയില്ല, അവരുടെ ചെരുപ്പൊക്കെ ഊരി മാറ്റി. നിസ്കാരം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് ചോദിച്ചു, എന്തിനാണ് നിങ്ങൾ ചെരുപ്പ് അയച്ചു മാറ്റിയത്? അപ്പോൾ അവർ പറഞ്ഞു, താങ്കൾ അയച്ചു മാറ്റുന്നത് കണ്ടപ്പോൾ ഞങ്ങളും അയച്ചു മാറ്റിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എന്നാൽ എന്റെ കാര്യം, എന്റെ അടുക്കൽ ജിബ്രീൽ വന്നു, എന്റെ ചെരുപ്പിൽ അഴുക്കുണ്ട്, ഖദറുണ്ട് എന്ന് എനിക്ക് അറിയിക്കപ്പെട്ടു, അതുകൊണ്ടാണ് ഞാനത് നീക്കം ചെയ്തത് എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഇവിടെ നിന്ന് പണ്ഡിതന്മാർ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ ചെയ്തത്? ആ നജസുള്ള ചെരുപ്പ്, പാദരക്ഷ അത് മാറ്റുകയാണ്. എന്നാൽ കഴിഞ്ഞ പോയ റക്കായത്തുകൾ എന്ത് ചെയ്തിട്ടില്ല? അവിടുന്ന് മാറ്റി നിസ്കരിച്ചിട്ടില്ല. കഴിഞ്ഞു പോയ റക്കായത്തുകൾ മാറ്റി നിസ്കരിച്ചിട്ടില്ല. അതാണ് അവിടെ പറയുന്നത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മറവി അവിടെ പരിഗണിക്കുകയാണ്. മറന്നുപോയി അറിയാതെ സംഭവിച്ച ആ കാര്യം അവിടെ പരിഗണിക്കപ്പെടുകയാണ്. അതുകൊണ്ട് പണ്ഡിതന്മാർ ഇതിൽ നിന്ന് പറയാണ്, ഒരാൾക്ക് അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ അയാളുടെ നിസ്കാരം ശരിയാകും. ഇനി ഇതേപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംഭവിച്ചതുപോലെ നിസ്കാരത്തിൽ തന്നെ ഒരാൾക്ക് മനസ്സിലാവുകയാണ്
ഒരാളുടെ വസ്ത്രത്തിൽ എവിടെയെങ്കിലുമൊക്കെ നജസുണ്ട് എന്ന് മനസ്സിലായാൽ എന്ത് ചെയ്യണം? അഴിച്ചു മാറ്റാൻ പറ്റുന്നതാണ് എങ്കിൽ അത് അഴിച്ചു മാറ്റണം. ഇപ്പോൾ ഒരാളുടെ തൊപ്പിയിലാണ് നജസ് എന്ന് ഒരാൾക്ക് വിചാരിക്കുക, അത് അഴിച്ചു മാറ്റാവുന്നതേ ഉള്ളൂ, നിസ്കരിക്കാം. അതല്ലെങ്കിൽ സോക്സിലാണ് ഒരാളുടെ നജസ് ഉണ്ടായത് എന്ന് മനസ്സിലാക്കണം, അയാൾക്ക് അത് അഴിച്ചു മാറ്റാവുന്നതാണ്, അതൊക്കെ അഴിച്ചു മാറ്റാം. പക്ഷേ ഒരാളുടെ പ്രധാനപ്പെട്ട വസ്ത്രത്തിലാണ് എങ്കിൽ തീർച്ചയായും അയാൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആ നിസ്കാരം ഒഴിവാക്കി പോകേണ്ടി വരും. എന്നിട്ട് ആ വസ്ത്രം കഴുകി മാറ്റുകയോ വൃത്തിയാക്കുക, അതല്ലെങ്കിൽ മറ്റൊരു വസ്ത്രം ധരിച്ചു വരികയോ നിസ്കാരം വീണ്ടും ആരംഭിക്കേണ്ടി വരും. അപ്പം അവിടെ എന്താണ് മനസ്സിലാക്കുന്നത്? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ ആദ്യത്തെ ആ നിസ്കാരം മാറ്റി നിസ്കരിക്കാത്തത് കൊണ്ട്, ആദ്യത്തെ ഭാഗം മാറ്റി നിസ്കരിക്കാത്തത് കൊണ്ട് അവർ പറഞ്ഞു ഒരാൾക്ക് അങ്ങനെ അറിയാതെ സംഭവിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്? നിസ്കാരം ശരിയാകുന്നുണ്ട്. പക്ഷേ ഇത് ഹദസിന്റെ കാര്യത്തിലില്ല, അത് പ്രത്യേകം മനസ്സിലാക്കണം. വുളു മറന്നിട്ട് ഒരാൾ നിസ്കരിച്ചാലോ അയാളുടെ നിസ്കാരം ശരിയാവില്ല. അല്ലെങ്കിൽ കുളി മറന്നിട്ട് ഒരാൾ നിസ്കരിച്ചാലോ നിസ്കാരം ശരിയാവില്ല. പലരും ചിലപ്പോൾ ചോദിക്കാറുണ്ട്, ഫജറിന് കുളിക്കാമെന്ന് വിചാരിച്ച ആൾക്കാരായിരിക്കും, അതല്ലെങ്കിൽ അവർ മറന്നുപോയിട്ടുണ്ടാവും. അങ്ങനെ അവർ ചിലപ്പോൾ ഫജർ നിസ്കരിക്കും, അതേപോലെ ലുഹർ നിസ്കരിക്കും. ചിലപ്പോൾ അതിനെ ലുഹറിന്റെ സമയത്തൊക്കെ ആയിരിക്കും അയാൾക്ക് ഓർമ്മ വരിക. അപ്പോൾ ചിലർ വിചാരിക്കുന്നത് അതെ ഏതായാലും നിസ്കാരം കഴിഞ്ഞല്ലോ, പിന്നെ അത് കുഴപ്പമില്ല എന്ന് വിചാരിക്കും. അല്ല, അയാൾ ഇനിയിപ്പോൾ 2 ദിവസം അങ്ങനെ നിസ്കരിച്ചാലും ശരി, അയാൾക്ക് ഓർമ്മ വന്നാൽ 2 ദിവസം നിസ്കാരം കളാ വെട്ടേണ്ടി വരും. അയാൾ കുളിക്കാതെ പിറ്റേന്ന് ഓർമ്മ വന്നു, ഞാൻ ഇന്നലെ എനിക്ക് വലിയ ശുദ്ധിയിലാണ് ഞാൻ കിടന്നുറങ്ങിയത്, അല്ലെങ്കിൽ എണീറ്റത് വലിയ ശുദ്ധിയിലായിരുന്നു എന്ന് ഓർമ്മ വന്നാലൊക്കെ രാത്രി ഇശാക്കാണ് ഓർമ്മ വന്നത് എന്ന് വിചാരിക്കാം. അയാൾ ആ സുബഹി നിസ്കരിക്കേണ്ടി വരും, ആ ലുഹർ നിസ്കരിക്കണം, ആ അസർ നിസ്കരിക്കണം, ആ മഗ്രിബ് നിസ്കരിക്കണം, ഇശാ നിസ്കരിക്കണം. അയാൾ ആ കഴിഞ്ഞു പോയ നിസ്കാരങ്ങളൊക്കെ നിർവഹിക്കേണ്ടി വരും. എന്നാൽ ഈ നജാസത്തിന്റെ കാര്യത്തിൽ, ഇസാലത്തു നജാസത്തിന്റെ കാര്യത്തിൽ ഈ ഹദീസിൽ ഇങ്ങനെ ഒരു തെളിവുള്ളത് കാരണത്താൽ പണ്ഡിതന്മാർ പറയാണ് അതിൽ ഇളവുണ്ട്. ഒരാൾക്ക് മറവി സംഭവിച്ച് നജസുള്ള വസ്ത്രത്തിലോ നജസുള്ള സ്ഥലത്തോ അല്ലെങ്കിൽ ശരീരത്തിലോ നജസുണ്ടായിട്ടത് മാറ്റാൻ മറന്നിട്ടുണ്ട് എങ്കിൽ എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റി നിസ്കരിക്കേണ്ടതില്ല എന്ന് പറയുന്നു. വല്ലാഹു അഅലം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇത് ശ്രദ്ധിക്കേണ്ട കാര്യം കൂടിയാണ്. ഇത് നമ്മൾ വുളുവൊക്കെ ബാത്റൂമിലൊക്കെ പോകുന്ന സമയത്ത് മൂത്രം ശരീരത്തിലോ വസ്ത്രത്തിലോ ആകാതെ നമ്മൾ അത് ശ്രദ്ധിക്കണം. കാരണം ചില ഹദീസുകളിൽ അതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ താക്കീതുകൾ വന്നിട്ടുണ്ട്. ഖബർ ശിക്ഷ ഉള്ള 2 ആളുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോൾ ഖബർ ശിക്ഷ പല കാര്യങ്ങൾക്കുണ്ട്, പക്ഷേ ഈ 2 കാര്യത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകം പറയുന്നുണ്ട്. അപ്പോൾ ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോൾ 2 ആളുകൾക്ക് ശിക്ഷ ലഭിച്ചു കൊടുക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയാം. അപ്പോൾ അവിടുന്ന് പറഞ്ഞത് ഒന്നാമത്തെ ആള് അയാൾ ഞമീമത്ത് പറഞ്ഞ് നടക്കുന്ന ആളാണ്. 2 ആളുകൾക്കിടയിൽ തെറ്റിക്കാൻ വേണ്ടി ഒരാളെടുത്തൊരു കാര്യം പറയുക, അതേ വേറൊരാൾക്ക് വേറെ കാര്യം പറയുക, അങ്ങനെ സഹോദരങ്ങളെ തെറ്റിക്കുക, ഈ പണിയെടുക്കുന്ന ആളാണ്, അയാൾക്ക് ഖബറിൽ ശിക്ഷയുണ്ടെന്ന് പറഞ്ഞു. 2ാമത്തെ ആളെ പറഞ്ഞപ്പോൾ അയാൾ മലമൂത്ര വിസർജനത്തിന് ശേഷം അവിടെ ശരിയായി വൃത്തിയാക്കുമായിരുന്നില്ല എന്ന് പറയാം, ശരിയായി വൃത്തിയാക്കുമായിരുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അപ്പം അത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. എന്നാൽ അതിൽ വസ്വാസം ഉണ്ടാകേണ്ട കാര്യമില്ല. ഇതിങ്ങനെ ഗൗരവമുള്ളൊരു കാര്യം ആയതിനാൽ തന്നെ പിശാച് പലപ്പോഴും ഇത്തരം കാര്യങ്ങളിൽ ആളുകൾക്ക് വസ്വാസം ഉണ്ടാകും. അങ്ങനെ വെറുതെ തോന്നുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ വളരെ പ്രയാസത്തോടുകൂടി ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അതായത് അവർ ഇങ്ങനെ അവിടെ തെറിച്ചു, അത് ഇങ്ങനെ തെറിച്ചു, അത് അവിടെ തെറിച്ചു, അപ്പോൾ അതിൽ നിന്നും പിന്നെ അപ്പുറത്തേക്കായി, അങ്ങനെ ഭയങ്കരമായ അവസ്ഥയിലേക്ക് പോകുന്ന ആളുകളുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല. നമുക്ക് ചിലപ്പോൾ ആദ്യം കേൾക്കുമ്പോൾ ഒരു തമാശ പോലെ തോന്നും, പക്ഷെ ആ അവസ്ഥ ഭയങ്കരമാണ്. വളരെ ഗൗരവമുള്ള അവസ്ഥയിലേക്ക് അവർക്ക് മാനസികമായി വലിയ പ്രയാസം. കാരണം അവർ നിസ്കാരം ശരിയാവുകയില്ല, അതിൻ്റെ എല്ലാം അങ്ങനെ അബദ്ധമാണെന്ന് വിചാരിക്കുകയാണ്. അപ്പം അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് യഖീനില്ലാത്ത ഒരു കാര്യത്തിന് പിന്നിൽ നമ്മൾ പോകേണ്ടതില്ല. തെറിച്ച് എന്ന് നിനക്ക് ഉറപ്പ് വേണം. അല്ലാതെ ചില സമയത്ത് പിശാച് എന്ത് ചെയ്യും, വസ്വാസം ഉണ്ടാക്കും, വെറുതെ തെറിച്ചതുപോലെയൊക്കെ തോന്നിക്കും. വെറുതെ ഇപ്പം തുണിൻ്റെ ഉള്ളിലൂടെ അകത്തേക്ക് തെറിച്ചതുപോലെയൊക്കെ ചിലപ്പോൾ തോന്നിക്കും. തുണി ഉണ്ടാകുമ്പോൾ അങ്ങനെയാണ് അകത്തേക്ക് നമുക്കറിയാം. അത് പിശാച് തോന്നിക്കുന്നതാണ്, അങ്ങനെ തോന്നി. അങ്ങനെ കേവലം തോന്നലിന്റെ പിന്നിൽ പോകേണ്ടതില്ല. അത് വസ്വാസിലെത്തിക്കും. അതിന്റെ പിന്നാലെ പോയാൽ രക്ഷയില്ല. വസ്വാസിന്റെ പിന്നാലെ പോയാൽ അത് കൂടെ ഉള്ളൂ. വസ്വാസിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനെതിരെ ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. പിശാച് എന്താണോ നമ്മോട് മന്ത്രിക്കുന്നത് അതിനെതിരെ ചെയ്യാം. അവിടെ ആയിട്ടുണ്ടാവും, ഒന്ന് കഴുകിയേക്ക്, ഒന്ന് വെറുതെ അല്ലേ, ആദ്യം അങ്ങനെ പറയും, വെറുതെ ഒന്ന് കഴുകിയേക്ക്, പിന്നെ അപ്പുറത്തും എത്തിയിട്ടുണ്ടെന്ന് അവിടെയും കഴുകിയേക്ക്. അങ്ങനെ ടോയ്ലറ്റിലൊക്കെ പോയാൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്ന ചില ആളുകളുണ്ട്. അവർക്ക് ആ പിശാച് അവരെ ഒരു കളിപ്പാട്ടമാക്കി മാറ്റുകയാണ്. നമ്മളതിന് പിടികൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നമുക്ക് യക്കീനില്ലാത്ത, കാണാത്ത ഒന്നുമില്ല, കാണാത്ത എവിടെയെങ്കിലും മൈക്രോ ആയിട്ടൊരു പൊടി അങ്ങനെ ഉണ്ട് എന്ന് വിചാരിച്ചാൽ അതിൻ്റെ പിന്നിൽ പോകേണ്ട ആവശ്യമില്ല. നമുക്ക് കണ്ടാൽ, തെറിച്ചാൽ, അറിഞ്ഞാൽ അത് മനസ്സിലാകുന്ന കാര്യമേ ഉള്ളൂ. അതല്ലാതെ വെറുതെ തോന്നുക അവിടെ ആയിട്ടുണ്ടാവുമോ, അങ്ങനെയാണ്. അവിടെ ആയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഞാൻ ആ കൈ കൊണ്ട് ഇവിടെ തൊട്ടു, അപ്പോൾ അവിടെയും കഴുകി. ആ കൈ കൊണ്ട് ഞാൻ എൻ്റെ മൊബൈൽ തൊട്ടു, മൊബൈൽ കഴുകി. ആ കൈ കൊണ്ട് എൻ്റെ കയ്യിലുള്ള പൈസ തൊട്ടിട്ടുണ്ട്, അത് കഴുകി. ഇങ്ങനെ എല്ലാം കഴുകുന്ന ആൾക്കാർ വരെ ഉണ്ട്. അങ്ങനെ മുഴുവൻ കഴുകി എല്ലാം കഴുകി അങ്ങനെ തോന്നാണ്.
ഇത് യഥാർത്ഥത്തിൽ അവർക്ക് ദീനിനോട് സ്നേഹമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അത് ദീനിയായ യാതൊരു ചിന്തയില്ലാത്ത ആളുകളെ പിശാച് ഇങ്ങനെ പിടിക്കൂല. ഓനെ നിസ്കരിക്കാതിരിക്കാൻ വേറെന്തെങ്കിലും പണി ഏൽപ്പിച്ചിട്ട് പോകും. ഇത് ദീനിയായ ചിന്തയുള്ള ആളുകളാണ്. പക്ഷെ ശരിയായ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കാത്തത് കൊണ്ടുണ്ടാകുന്ന അപകടമാണ്. ഇപ്പോൾ ഇസാലത്തു നജാസ എന്ന് പറയുന്നത് ഷർത്താണ്. പക്ഷെ അതിലിങ്ങനത്തെ അനാവശ്യ വസ്വാസ് ആവശ്യമില്ല. വ്യക്തമായി നമുക്ക് മനസ്സിലാക്കുന്ന നജസുകൾ നമ്മൾ വസ്ത്രത്തിലോ ശരീരത്തിലോ ഒന്നും ഉണ്ടാകാൻ പാടില്ല എന്നുള്ള കാര്യമാണ് മനസ്സിലാക്കേണ്ടത്. അശ്ശർതു സാദിസ്, ആറാമത്തെ ഷർത്ത് സത്രുൽ ഔറ, ഔറത്ത് മറക്കുക എന്നുള്ളതാണ്. ഔറത്ത് മറക്കുക. അജ്മാ അഹ്ലുൽ ഇൽമി അലാ ഫസാദി സ്വലാത്തിൻ മൻ സല്ല ഉരിയാനൻ വഹുവ യഖ്ദിർ. കഴിവുണ്ടായിട്ടും നഗ്നനായി നിസ്കരിക്കുന്ന ഒരാളുടെ നിസ്കാരം അത് ബാത്തിലാകും, ഫസാദാകും എന്നുള്ളതിൽ ഉലമാക്കൾക്കിടയിൽ ഏകാഭിപ്രായമാണ്. കഴിവുണ്ടായിട്ട് എന്ന് അതവിടെ വഹുവ യഖ്ദിർ എന്ന് പറയുന്നുണ്ട്. അത് എല്ലാ ഷർത്തുകൾക്കും ബാധകമായിട്ടുള്ള കാര്യം. ഏതൊരു ഷർത്തും അത് കഴിവുണ്ടെങ്കിൽ അയാൾക്ക് പാലിക്കേണ്ടതുള്ളൂ. ഒരാൾക്കത് കഴിവില്ല എങ്കിൽ അയാൾക്ക് ആ ഷർത്ത് ഒഴിവാക്കപ്പെടും. നമ്മൾ നേരത്തെ പറഞ്ഞു റഫ്ഉൽ ഹദസ് ഷർത്താണ്. പക്ഷെ ഒരാൾക്ക് വെള്ളം ഇല്ലെങ്കിലോ തയമ്മും ചെയ്യണം എന്നാണ്. തയമ്മും ചെയ്യാൻ തയമ്മുനും ഇല്ലെങ്കിലോ അവിടെ അയാൾക്ക് ഷർത്ത് ഒഴിവാക്കപ്പെടും. കാരണം അത് കിട്ടുന്നില്ല, അയാൾക്ക് അത് ചെയ്യാൻ ഖാദിറല്ല. അപ്പൊ അതേപോലെ തന്നെ വസ്ത്രം ഒരാൾക്ക് ഇല്ലാത്തൊരവസ്ഥ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാകാം. പണ്ഡിതന്മാരെ ചർച്ച ചെയ്യുന്നുണ്ട്. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഒരാളങ്ങനെ ജയിലിലോ മറ്റോ ഒക്കെ ആകുന്ന സമയത്ത് അവിടെ വസ്ത്രമില്ല, അത് ഔറത്ത് മറക്കേണ്ട രൂപത്തിൽ വസ്ത്രമില്ല, എന്ത് ചെയ്യണം? നിസ്കാരം കള അപ്പോഴും ആക്കാൻ പാടില്ല എന്നാണ്. ആ ഹാലിൽ നിസ്കരിക്കണം. ആ ഹാലിൽ അയാൾ നിസ്കരിക്കണം. അയാൾക്ക് വെള്ളം അവിടെ കൊടുക്കുന്നില്ല, തയമ്മും ചെയ്യാൻ പറ്റുന്നില്ല, അയാൾ ആ ഹാലിൽ നിസ്കരിക്കണം. അയാൾ കള ആക്കുക എന്നുള്ള പരിപാടി ദീനിലില്ല. അയാൾക്ക് ഇളവുണ്ട്. അയാളുടെ നിസ്കാരം പരിപൂർണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കും. കാരണം അയാൾക്ക് ഖാദിറല്ല, അയാൾ കഴിവില്ല, അയാൾക്ക് വസ്ത്രമില്ല, അയാൾ ആ ഹാലിൽ നിസ്കരിക്കണം. അപ്പം അങ്ങനെയാണ്. പിന്നീട് അത് പല ചർച്ചയുണ്ട്. അങ്ങനെ തീരെ വസ്ത്രമില്ലാത്ത ആൾ നിന്നാണോ നിസ്കരിക്കേണ്ടത്, ഇരുന്നാണോ നിസ്കരിക്കേണ്ടത് എന്നൊക്കെയുള്ള ചർച്ചയുണ്ട്. കാരണം ഔറത്ത് ഇങ്ങനെ കാണിച്ചുകൊണ്ട് നിൽക്കാൻ പാടുണ്ടോ, അത് മാന്യതയ്ക്ക് എതിരാണോ, അങ്ങനെ പല വാക്കുകൾക്ക് വേറെ ചർച്ചയുണ്ട്. പക്ഷേ നിസ്കരിക്കണം എന്നുള്ള കാര്യത്തിൽ നിർബന്ധമാണ്. ഔറത്ത് മറക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും നിസ്കരിക്കണം. എന്നാൽ ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അയാളല്ലാതെ നിസ്കരിച്ച നിസ്കാരം ശരിയാവുകയില്ല. എന്നിട്ട് ഔറത്ത് പറയുന്നത് വഹദ്ദു ഔറത്ത് റജുലി മിൻ സുറത്തി ഇലാ അർറുക്ബ, പുരുഷന്റെ ഔറത്ത് എന്ന് പറയുന്നത് മുട്ടുവെക്കലിനിടയിലാണ്. വൽ അമത്തു കദാലിക്, നിസ്കാരത്തിന്റെ കാര്യത്തിൽ അടിമ സ്ത്രീയുടേതും അങ്ങനെ. നിസ്കാരത്തിന്റെ കാര്യത്തിലാണ്, അതല്ലാതെ അന്യപുരുഷന്മാരുടെ മുന്നിലേക്ക് വരുന്ന കാര്യത്തിലല്ല. അടിമ സ്ത്രീക്ക് ചില അളവുകൾ നൽകിയിട്ടുണ്ട്. വീട്ടിൽ ഖാദിമയായിട്ടുണ്ടാകുന്ന വൃത്തിയായിട്ടുണ്ടാകുന്ന അടിമ സ്ത്രീക്ക് ചില അളവുകളുണ്ട്. എന്നാൽ ശാരീഹിങ്ങൾ പറയുന്നുണ്ട് അവർക്കും സാധാരണ ഹുർറിനെ പോലെ തന്നെ, സ്വതന്ത്ര സ്ത്രീകളെ പോലെ തന്നെ ധരിക്കൽ തന്നെയാണ് ഏറ്റവും ഇഹ്തിയാത്ത്, സൂക്ഷ്മത അത് തന്നെയാണ്. കാരണം അവരുടെ കാര്യത്തിൽ ചില അളവുകൾ ഉള്ളത് കൊണ്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ അവർക്കും അങ്ങനെ തന്നെ വേണമെന്നാണ് പറയുന്നത്. പുരുഷന്മാരുടെ വസ്ത്രം അങ്ങനെ പറഞ്ഞു മുട്ടുവെക്കലിനിടയിലാണ് എന്ന് പറഞ്ഞു. ഇനി സ്ത്രീകൾ വൽഹുറ, സാധാരണയുള്ള സ്ത്രീകൾ കുല്ലുഹ ഔറ, അവളുടെ എല്ലാം ഔറത്താണ്. ഇല്ല വജ്ഹഹ, നിസ്കാരത്തിൽ അവളുടെ മുഖം ഔറത്തല്ല. ഇതൊക്കെ നിസ്കാരത്തിന്റെ ഔറത്താണ് പറയുന്നത്. ഔറത്ത് പറയുമ്പോൾ എപ്പോഴും രണ്ട് രൂപത്തിലുണ്ട്. ഒന്ന് നിസ്കാരത്തിൽ ഔറത്തുണ്ട്, പിന്നെ അന്യപുരുഷന്മാരുടെ മുന്നിൽ മറക്കേണ്ട ഔറത്തുണ്ട്. ഇത് രണ്ടും രണ്ടായിട്ട് മനസ്സിലാക്കണം. ഇപ്പൊ നിസ്കാരത്തിൽ അവളുടെ മുഖം ഔറത്തല്ല എന്നാണ് പറയുന്നത്. വദ്ദലീലു ഖൗലുഹു തആല, തെളിവ് അല്ലാഹു തആല പറഞ്ഞു യാ ബനി ആദം, അല്ലയോ മനുഷ്യരെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് ഐ ഇൻദ കുല്ലി സല. ആയത്തിനെ വിശദീകരിച്ച് പറയാണ് ഐ ഇൻദ കുല്ലി സല. ഓരോ നിസ്കാര വേളയിലും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ അലങ്കാര വസ്ത്രം സ്വീകരിക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഒരു മനുഷ്യനെ നല്ല വസ്ത്രം ധരിക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. കേവലം ഔറത്ത് മറക്കുക എന്നുള്ളത് പോലുമല്ല, നല്ല വസ്ത്രം ധരിക്കാനാണ് പറയുന്നത്. അപ്പൊ ഔറത്ത് എന്തായാലും മറക്കണം. ഔറത്ത് എന്തായാലും മറക്കണം. ആ സാധാരണ ഔറത്ത് മറച്ചിട്ടുള്ളൊരു വസ്ത്രം പോലും പോരാ, നിസ്കരിക്കുമ്പോൾ നല്ല വസ്ത്രം ധരിക്കണം എന്നാ പറയുന്നത്. കാരണം ഇന്ന അല്ലാഹ ജമീലുൻ യുഹിബ്ബുൽ ജമാൽ, അള്ളാഹു ഭംഗിയുള്ളവനാണ്, ഭംഗി അവൻ ഇഷ്ടപ്പെടുന്നു. അള്ളാഹുവിനെ മുനാജാത്ത് ചെയ്യുന്ന, അവനുമായി നേരിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളാണ്, നമ്മുടെ ആവശ്യങ്ങൾ പറയുന്ന രംഗമാണ് നിസ്കാരം എന്ന് പറയുന്നത്. നമ്മൾ മറ്റാരോടോ എന്തോ പറയുന്നതല്ല, അള്ളാഹു താലയോടാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്, അള്ളാഹുവിനോടാണ് മഗ്ഫിറത്തിനെ ചോദിക്കുന്നത്. ചുരുക്കത്തിൽ അള്ളാഹുവിനോട് നമ്മൾ സംസാരിക്കുന്നത് പോലെയാണ്. നിസ്കരിക്കുമ്പോൾ ഓരോ മുഅ്മിന്റെയും മുന്നിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അഭിമുഖീകരിച്ച് നിൽക്കുമെന്നാണ് ഓരോരുത്തരുടെയും. അള്ളാഹു താല അവൻ എന്താണ് പറയുന്നത് അതിന് ജവാബ് പറയുന്നുണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല. അള്ളാഹു താല ഓരോ മനുഷ്യനും വേണ്ടി ജവാബ് പറയുന്നുണ്ട്. അപ്പോൾ ആ റബ്ബിന്റെ മുന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ കേവലം ഔറത്ത് മറക്കുക എന്നുള്ളത് മാത്രം പോരാ, ഏറ്റവും നല്ല വസ്ത്രം തന്നെ ധരിക്കണം. നല്ലത് എന്ന് പറയുമ്പോൾ മോശപ്പെട്ട ദുർഗന്ധങ്ങളില്ലാത്ത, അതല്ലെങ്കിൽ നമ്മൾ അങ്ങനെ ഒരു മാന്യത ഉള്ള ഒരാളുടെ മുന്നിൽ ധരിക്കാത്തതായ അത്തരം വസ്ത്രങ്ങളിൽ നിസ്കരിക്കരുത്. നല്ല വസ്ത്രം തന്നെ ധരിക്കണം എന്നാണ്. എന്നാൽ ഇവിടെ നിസ്കാരം ശരിയാകണമെങ്കിൽ, സ്വഹീഹാകണമെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഔറത്ത് മറക്കുന്ന
അത്രയെങ്കിലും അയാൾ ധരിച്ചിരിക്കണം. അതല്ലാതെ ഒരാൾ നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല എന്നാണ് പറയുന്നത്. ഇവിടെ പുരുഷന്മാരുടെ ഔറത്ത് മുട്ടുപൊക്കലിനിടയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അവരുടെ ചുമലുകൾ അവർ മറക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം. അത് ബുഖാരി മുസ്ലിം ഒക്കെ ഉദ്ധരിച്ചൊരു ഹദീസാണ്. ലാ യുസല്ലി അഹദുക്കും ഫി സൗബിൽ വാഹിദ്. നിങ്ങൾ ഒരാളും ഒറ്റ വസ്ത്രത്തിൽ നിസ്കരിക്കാൻ പാടില്ല. അത് ഒരൊറ്റൊരു തുണി മാത്രം, ഒരു മുണ്ട് മാത്രം എടുത്ത് അങ്ങനെ ഒറ്റ വസ്ത്രത്തിൽ ഒരാൾ അങ്ങനെ ചെയ്യരുത്. ലൈസ അല ആതിഖൈഹി മിൻഹു ഷൈ. അവന്റെ ഇരു ചുമലുകളിലും ഒന്നും തന്നെ ഇല്ലാത്തതായിട്ട് അങ്ങനെ ചെയ്യരുത്. അപ്പൊ അങ്ങനെ ഒറ്റ വസ്ത്രം ഉണ്ടെങ്കിൽ അത് ചുമലിലേക്ക് ആക്കുന്ന രൂപത്തിലെങ്കിലും അയാൾ എന്ത് ചെയ്യണം, അങ്ങനെ നിസ്കരിക്കണം എന്നാണ് പറയുന്നത്. ഒരാൾക്ക് അങ്ങനെ വസ്ത്രം ഉണ്ട് എങ്കിൽ തീർച്ചയായും ആ ചുമല് കൂടിയെങ്കിലും മറക്കണം. ഇപ്പൊ ഒരാൾക്ക് 2 വസ്ത്രമേ ഉള്ളൂ എങ്കിൽ ഒന്ന് മുട്ടുപൊക്കലിനിടയിൽ മറയുന്ന രൂപത്തിൽ മറക്കണം, രണ്ടാമത്തേത് ചുമലിലേക്ക് കൂടി ഇങ്ങനെ ഇടണം. അതാണ് പറയുന്നത്. ഇത് ഏറ്റവും കുറഞ്ഞൊരവസ്ഥയിലാണ്. അതല്ലെങ്കിൽ നമുക്കറിയാം ഏറ്റവും നല്ല വസ്ത്രം തന്നെ റബ്ബിന്റെ മുന്നിൽ നമ്മൾ ധരിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പൊ നിസ്കരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം, നല്ല വസ്ത്രം ധരിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. ഇനി സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞു മുഖമൊഴികെല്ലാം അവളുടെ ഔറത്താണ് എന്നാണ്. മുഖമൊഴികെല്ലാം നിസ്കാരത്തിൽ അവൾ മറക്കേണ്ടതാണ് എന്നാണ്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പൊതുവെ ഹംബലി മദ്ഹബുകളിലൊക്കെ സ്വീകരിച്ചു വരുന്നൊരു നിലപാടാണ് അദ്ദേഹം എന്ത് ചെയ്തിട്ടുള്ളത് ഇവിടെ പറഞ്ഞത്. അഥവാ കൈകൂടി നിസ്കാരത്തിൽ മറക്കണം എന്നുള്ളത് പൊതുവെ ഹംബലി മദ്ഹബുകളിലൊക്കെ അഭിപ്രായമുള്ള കാര്യമാണ്. അല്ലാഹു ആലം അധിക ഉലമാക്കളും പറഞ്ഞൊരു അഭിപ്രായമായി മനസ്സിലാക്കുന്നത് അവർക്ക് നിസ്കാരത്തിൽ മുഖവും കൈയും രണ്ടും അവർക്ക് മറക്കേണ്ടതില്ല എന്നാണ്. രണ്ടും അവർക്ക് നിസ്കാരത്തിൽ മറക്കേണ്ടതില്ല എന്നാണ്. എന്നാൽ കാലുൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും അവരെന്ത് ചെയ്യണം, നിസ്കാരത്തിൽ മറക്കേണ്ടതുണ്ട്. കാലുൾപ്പെടെ മുഴുവൻ കാര്യങ്ങളും നിസ്കാരത്തിൽ മറക്കേണ്ടതുണ്ട് എന്നാണ്. ഇതാണ് നിസ്കാരത്തിൽ മറക്കേണ്ട സത്റുൽ ഔറ എന്ന് പറയുന്ന കാര്യത്തിൽ മനസ്സിലാക്കേണ്ടതായ കാര്യം. ഇനി ഔറത്തുമായി ബന്ധപ്പെട്ട് ചില ഒരുപാട് ചർച്ചകളൊക്കെ അതിന്റെ കീഴിലുണ്ട്. നമ്മൾ ഫിഖ് വിശാലമായി പഠിക്കുമ്പോൾ അങ്ങനെയൊക്കെ ചർച്ച ചെയ്യും. ഇപ്പൊ എപ്പോഴാണ് ഔറത്ത് വെളിവായാൽ നിസ്കാരം ബാത്തിലാകുന്നത്, എപ്പോഴാണ്? അപ്പൊ പണ്ഡിതന്മാർ ചർച്ച ചെയ്യുന്നത്, ഒന്ന് ചെറിയൊരവസ്ഥയിൽ ഔറത്തൊന്ന് കണ്ടാൽ അധിക നേരമൊന്നും ആയിട്ടില്ലെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. ഒരാളുടെ ഔറത്തിന്റെ ഭാഗം ഒന്ന് വസ്ത്രം താണു പോവുകയോ മറ്റോ ചെയ്തു, പക്ഷെ ഉടനെ അയാൾ അത് അയച്ചു മുകളിലേക്ക് ഉയർത്തിയെങ്കിൽ നിസ്കാരം ബാത്തിലാവില്ല. എന്നാൽ ഈ മുഗല്ലദായ, അതായത് കാര്യമായ ലൈംഗിക അവയവങ്ങൾ കാണുന്ന രൂപത്തിൽ ഔറത്ത് വെളിവാകുകയും അല്പം സമയം കഴിഞ്ഞു പോവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിന്റെ ബാത്തിലായി പോകും എന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെ അതുമായി ബന്ധപ്പെട്ട പല ചർച്ചകളും അതിന്റെ താഴെ ഉണ്ട് എന്നുള്ളതാണ്. ഇതാണ് 6ാമത്തെ ഷർത്ത്. അശ്ശർതു സാബിഅ, 7ാമത്തെ ഷർത്ത് ദുഖൂലുൽ വഖ്ത്, സമയമാവുക എന്നാണ്. സമയത്തിലേക്ക് പ്രവേശിക്കുക, സമയം ആവണം. വദ്ദലീൽ മിനസ്സുന്ന ഹദീസു ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അന്നഹു അമ്മൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം ഫി അവ്വലിൽ വഖ്തി വഫി ആഖിരിഹി. അതിനുള്ള തെളിവ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമയുടെ ഒരു ഹദീസാണ്. അതിൽ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇമാമായിട്ട് ഓരോ നിസ്കാരത്തിന്റെയും ആദ്യത്തെ വക്തിലും അവസാനത്തെ വക്തിലും എന്ത് ചെയ്തു, ഇമാമായിട്ട് നിസ്കരിച്ചു. എന്ന് വെച്ചാൽ ഫജറിന്റെ ആദ്യ വക്ത് ഉണ്ടാവും, ബാങ്ക് കൊടുത്ത വക്തിൽ. അപ്പൊ ആ വക്തിൽ വന്നിട്ട് ഒരു ദിവസം ഇമാമായി നിസ്കരിച്ചു. പിന്നീട് ഫജർ അവസാനിക്കുന്ന വക്തുണ്ട്, അതായത് സൂര്യൻ ഉദിക്കുന്ന സമയം, അതോടുകൂടിയാണ് ഫജർ അവസാനിക്കുന്നത്. അപ്പൊ ആ സമയമാകാൻ നേരത്ത് വന്നിട്ട് ഇമാമായി നിസ്കരിച്ചു. അതേപോലെ ലുഹറിന്റെ ആദ്യ വക്ത്, ലുഹറിന്റെ അവസാന വക്ത്. അതേപോലെ അസറിന്റെ ആദ്യ വക്ത്, അസറിന്റെ അവസാന വക്ത്. മഗ്രിബിന്റെ ആദ്യ വക്ത്, അവസാന വക്ത്. ഇശാന്റെ ആദ്യ വക്ത്, അവസാന വക്ത്. ഇങ്ങനെ ഓരോ നിസ്കാരത്തിനും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്ന് നിസ്കരിച്ചു എന്നാണ്, ഇമാമായിട്ട് നിസ്കരിച്ചു. എന്നിട്ട് ശേഷം പറഞ്ഞു 2 ദിവസമായപ്പോ, യാ മുഹമ്മദ് അസ്സലാത്തു ബൈന ഹാദൈനിൽ വഖ്തൈൻ, ഈ 2 സമയത്തിനിടയിലാണ് നിസ്കാരം, ഇതിനിടയിലാണ് നിസ്കാരത്തിന്റെ സമയം എന്ന് പറഞ്ഞു. ഇതാണ് ആ ഹദീസുമായി ബന്ധപ്പെട്ടത്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പറഞ്ഞ കാര്യം അദ്ദേഹം കൊടുത്തിട്ടുണ്ട്. വഖൗലുഹു തആല ഇന്നസ്സലാത കാനത് അലൽ മുഅ്മിനീന കിതാബൻ മഖൂത, തീർച്ചയായും നിസ്കാരം എന്നുള്ളത് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം കിതാബൻ മൗഖൂത, അത് നിർബന്ധമായ കാര്യമാണ്, സമയനിർണിതമായ കാര്യമാണ്. കിതാബൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മഫ്റൂദൻ എന്നാണ്. കതബ എന്ന് പറഞ്ഞാൽ ഫറദ എന്ന അർത്ഥമുണ്ട്, നിർബന്ധമാക്കി. കുത്തിബ അലൈക്കുമുസ് സിയാം, നോമ്പ് നിർബന്ധമാക്കി എന്ന് പറഞ്ഞാൽ. കിതാബൻ എന്നാണ് മഫ്റൂദൻ, ഫർലാക്കി. മൗഖൂത്തനാണ്, അത് വക്ത് നിർണയിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഫർലാക്കിയത്. അല്ലാതെ നമുക്ക് തോന്നിയതുപോലെ 5 നേരത്തെ നിസ്കാരം എല്ലാം കൂടി അവസാനത്തിൽ ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയം മാറ്റിവെച്ച് നിസ്കരിക്കുക, അങ്ങനെ നിസ്കരിച്ചിട്ട് കാര്യം, നിസ്കാരം സ്വീകരിക്കുകയില്ല. അങ്ങനെ ആൾ നിസ്കരിച്ചാൽ, മനഃപൂർവ്വം അങ്ങനെ നിസ്കരിച്ചാൽ നിസ്കാരം സ്വീകരിക്കുകയില്ല. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അമില അമലൻ ലൈസ അലൈഹി അംറുനാ ഫഹുവ റദ്ദുൻ, ആരെങ്കിലും നമ്മുടെ കൽപ്പന ഇല്ലാത്തൊരു കാര്യം ചെയ്താൽ തള്ളപ്പെടുന്ന, ആ നിസ്കാരം സ്വീകരിക്കുകയില്ല.
ഒരാൾ വിചാരിക്കുകയാണ് എനിക്ക് രാവിലെ സമയമില്ല, ളുഹർ എൻ്റെ കൂടെ തന്നെ സുബഹി നിസ്കരിക്കാം, എനിക്ക് രാവിലെ ഉറങ്ങണം, ഞാൻ രാത്രി തീരെ ഉറങ്ങിയിട്ടാണ്ട് സുബഹിയൊക്കെ പിന്നെ നിസ്കരിക്കാം എന്ന് പറയാൻ അങ്ങനെ ഒറ്റ കടന്നുറങ്ങി. അങ്ങനെ മനഃപൂർവ്വം അയാൾ ചെയ്യണം, അല്ലാതെ ഉറങ്ങിപ്പോയതല്ല. മനഃപൂർവ്വം അയാൾ തീരുമാനിക്കണം സുബഹി നമുക്ക് എന്ത് ചെയ്യാം, ളുഹറിന്റെ സമയത്തൊക്കെ നിസ്കരിച്ചാൽ മതി. ഒരിക്കലും സുബഹി നമുക്ക് ളുഹറിലേക്ക് ജം ചെയ്യാൻ പറ്റൂല, അല്ലേ? ളുഹറിനൊക്കെ ആണെങ്കിൽ അങ്ങനെ ചില കാര്യങ്ങൾ അവസരങ്ങൾ വരുമ്പോൾ ജം ചെയ്യാനുള്ള അളവുകളുണ്ട്. ഒരാൾക്ക് തീരെ ഉറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥ ഉണ്ടായി, അയാൾക്ക് എങ്ങനെ നിസ്കരിച്ചാൽ അയാൾ നിസ്കാരം എന്താണെന്ന് ബോധം ഉണ്ടാവില്ല. അപ്പൊ അയാൾക്ക് ചില സാഹചര്യങ്ങളിൽ അങ്ങനെ ജം ചെയ്തിട്ട് അതൊക്കെ പിന്നീടൊക്കെ നിസ്കരിക്കാം, അങ്ങനെ അവസരങ്ങളുണ്ട്. പക്ഷെ സുബൈ ഞാൻ ഉദാഹരണം പറയാൻ കാരണം സുബൈക്ക് അങ്ങനെ കഴിയില്ല. അപ്പൊ അയാൾ എങ്ങനെയെങ്കിലും നിസ്കരിച്ചേ മതിയാവുകയുള്ളൂ. അയാൾക്ക് ഉറങ്ങണമെങ്കിൽ അയാൾ ഉറങ്ങുക, എന്നിട്ട് എണീക്കാളെ നിയത്ത് വെക്കുക. ഇങ്ങനെ അയാൾ ഉറങ്ങിപ്പോയാൽ അയാൾക്ക് അതിൻ്റെ ഇതുണ്ട്. പക്ഷേ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരിക്കലും അയാൾ തീരുമാനിക്കുകയാണ് സുബൈ ഞാനിത് ളുഹറിന്റെ സമയത്ത് നിസ്കരിക്കാം, കുഴപ്പമില്ല എന്നാൽ മനഃപൂർവ്വം തീരുമാനിച്ചാൽ നിസ്കാരം ശരിയാവുകയില്ല. കാരണം നിസ്കാരത്തിന് അതിന്റെ സമയം നിർണ്ണയിച്ചിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിട്ടുള്ളത്. അദ്ദേഹം കൊടുക്കണം ഐ മഫ്റൂദൻ ഫിൽ ഔഖാത്ത്, അത് സമയത്തിന് അല്ലാഹു തആല സമയം ഖണ്ഡിതമായി നിർബന്ധമാക്കിയതാണ്. വദലീലുൽ ഔഖാത്തി ഖൗലുഹു തആല, ഇനി സമയങ്ങളുടെ തെളിവ് ഇത് എന്ത് ചെയ്തിട്ടുണ്ട്, അത് ഖുർആനിൽ വന്നിട്ടുണ്ട്, ഹദീസിൽ വളരെ കൃത്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്, ഖുർആനിൽ അതിന്റെ സൂചന വന്നിട്ടുണ്ട്. സൂറത്തുൽ ഇസ്രായിലെ 78-ാമത്തെ ആയത്താണ് കൊടുത്തത്. അഖിമിസ് സലാഹ്, അല്ലാഹു തആല പറയാണ് നിങ്ങൾ നിസ്കാരം നിലനിർത്തണം. ലിദുലൂകി ശംസി ഇലാ ഗസഖിൽ ലൈലി വഖുർആനൽ ഫജ്ർ ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ. ഈ പറഞ്ഞതിൽ നിസ്കാരത്തിന് 5 നേരത്തെ നിസ്കാരത്തിന്റെ സമയം ഇതിൽ പറഞ്ഞു എന്നാണ്. അഖിമിസ് സലാത്ത്, നിസ്കാരം നിലനിർത്തേണ്ട ഒന്ന് ലിദുലൂകി ശംസ്. ദുലൂകി ശംസ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സവാലു ശംസാണ്. സവാലു ശംസ് എന്ന് പറഞ്ഞാൽ സൂര്യൻ മധ്യാഹ്നത്തിൽ നിന്നും പടിഞ്ഞാറേക്ക് തെറ്റുന്നതിനാണ് സവാലു ഷംസ് എന്ന് പറയുന്നത്. അതാണ് ദുലൂഖു ഷംസ്. അതോടുകൂടിയാണ് 2 നിസ്കാരത്തിന്റെ സമയം ആരംഭിക്കുന്നത്. ഏതൊക്കെ? ളുഹറിന്റെയും അസറിന്റെയും, അല്ലെ? ജം ചെയ്യുന്ന സമയത്തൊക്കെ അസർ നമുക്ക് ളുഹറിന്റെ സമയത്തേക്ക് കൊണ്ടുവരാം. അപ്പൊ അതാണ് ഇവിടെ രണ്ടും കൂടി ഒരുമിച്ച് പറഞ്ഞത്. അതല്ലാതെ ഒരിക്കലും പറ്റൂല. ജം ചെയ്യുന്ന സമയത്ത് ഈ ദുലൂഖു ഷംസ് സംഭവിക്കുന്നതിന് മുമ്പേ തന്നെ ഒരാൾ നിസ്കരിച്ചാലും 2 നിസ്കാരം ശരിയാവില്ല. ഉദാഹരണത്തിന് 12 മണിക്കാണ് ബാങ്ക് എന്ന് വിചാരിക്കുക, അയാൾ 11:45 തന്നെ ളുഹറും അസറും നിസ്കരിച്ചിട്ട് അയാൾ ഫ്ലൈറ്റിൽ കയറാന്നൊക്കെ വിചാരിച്ചാലോ നിസ്കാരം ശരിയാവും? ഇല്ല, നിസ്കാരം ശരിയാവില്ല. ഇതൊന്നും നമ്മൾ വിചാരിക്കാം, നമുക്ക് അതൊന്നും അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കും. യാത്രയല്ലേ എന്ന് അങ്ങനെ പറയാറുണ്ട്. ഒരിക്കലും ഇത് അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഒരു ഉംറക്ക് പോകുമ്പോൾ ഒരു ബസ്സിൽ, ആ ബസ്സിന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്ന് 5 മണിക്ക് എന്താണ് സുബൈ, 4:30 ബസ് പമ്പിൽ നിർത്തി. 4:30 ബസ് പമ്പിൽ നിർത്തി. അപ്പൊ എല്ലാവരും ടോയ്ലറ്റിലൊക്കെ പോയി ഉളുവൊക്കെ എടുത്തു. ബാങ്ക് കൊടുത്തിട്ടില്ല. അപ്പോൾ 4:45 ആയിട്ടുള്ളൂ. അപ്പോൾ ആ ആളുകളൊന്നും ഞാൻ പറയുന്നില്ല, നാട്ടുകാരെ കുറെ ആൾക്കാർ അവിടെ നിസ്കാരം തുടങ്ങി. ബാങ്ക് 5 മണിക്ക് കൊടുക്കാനേ ഉള്ളൂ, അവർ നിസ്കാരം തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ബാങ്ക് കൊടുത്തിട്ടില്ല, എങ്ങനെ നിസ്കരിക്കുന്നത്? അല്ല ബസ് ഇപ്പോൾ പോകും, പിന്നെ നമ്മൾ യാത്രയിലല്ലേ എന്നാണ്. അപ്പോൾ ആൾക്കാരങ്ങനെ ചോദിക്കും, യാത്രയിലായിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം എങ്ങനെയൊക്കെ നിസ്കരിക്കാണ്? യാത്രയിലായാലും സുബഹിന്റെ ബാങ്കിന്റെ സമയം വേണം, അതിന് നിസ്കരിക്കാൻ പറ്റൂല. ളുഹറിനാണെങ്കിൽ ഈ പറഞ്ഞ സമയം വേണം. നമുക്ക് അസറിനെ ളുഹറിലേക്ക് കൊണ്ടുവരണമെങ്കിൽ പോലും ളുഹറിന്റെ സമയമാവണം. ഇനി സൂര്യൻ അസ്തമിക്കാതെ ഒരിക്കലും മഗ്രിബ് നിസ്കരിക്കാൻ പറ്റൂല. 6 മണിക്കാണ് മഗ്രിബെങ്കിൽ നമുക്ക് 5:30 യാത്ര ഉണ്ടെന്ന് വെച്ചിട്ട് മഗ്രിബ് പക്ഷേ നിസ്കരിച്ചിട്ട് വണ്ടി കയറാന്ന് വെച്ചാൽ പറ്റൂല. മറിച്ച് അപ്പം നമുക്ക് വണ്ടിയിൽ തന്നെ നിസ്കരിക്കേണ്ടി വരും, ആ ഹാലിൽ നിസ്കരിക്കേണ്ടി വരും. ഒരാൾ ചിന്തിക്കണം, വണ്ടി പോയപ്പോൾ നിന്ന് നിസ്കരിക്കാൻ പറ്റൂല, ചിലപ്പോൾ എൻ്റെ ഒതു മുറിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് ഒതു ശരിക്കും എടുക്കാൻ പറ്റൂല, അപ്പം നല്ലത് ഇപ്പോഴല്ലേ എന്നൊരാൾ ചിന്തിച്ചാൽ നിസ്കരിച്ചാൽ പറ്റൂല. അയാൾ മഗ്രിബ് കഴിഞ്ഞാൽ, സൂര്യ അസ്തമിച്ച് കഴിഞ്ഞാലേ മാത്രമേ മഗ്രിബ് പക്ഷേ നിസ്കരിക്കാൻ പറ്റുള്ളൂ. അതാണ്. അപ്പൊ അവിടെ ലിദുലൂഖി ശംസ്, ഒന്നാമത്തത് സൂര്യൻ മധ്യാഹ്നത്തിൽ തെറ്റിയാൽ ളുഹറും അസറിന്റെയും സമയം ഒരുമിച്ച് പറഞ്ഞു. ഇലാ ഗസഖിൽ ലൈൽ, രാത്രിയുടെ ഇരുൾ വീഴുന്ന സമയം അഥവാ ഖുറൂബു ശംസ് സംഭവിക്കുമ്പോൾ അവിടെയാണ് ഏത് 2 നിസ്കാരങ്ങൾ സമയം വരുന്നത്? മഗ്രിബിന്റെ ഇശാഇന്റെ പറഞ്ഞു. ഇനി ഇത് രണ്ടും ജം ചെയ്യാൻ പറ്റുന്നത്. ജം ചെയ്യാൻ പറ്റാത്തത് മൂന്നാമത് പ്രത്യേകം എടുത്തു പറയാണ്. ഖുർആനൽ ഫജ്ർ, പ്രത്യേകം പറയാം. ഖുർആനൽ ഫജ്ർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സലാത്തുൽ ഫജ്റാണ്. എന്തുകൊണ്ടാണ് സലാത്തുൽ ഫജ്റിനെ, ഫജ്ർ നിസ്കാരത്തിന് ഖുർആനൽ ഫജ്ർ എന്ന് പറഞ്ഞത്? പണ്ഡിതന്മാർ പറഞ്ഞു ലികസ്റതി ഖിറാഅത്തിഹി, അവിടെ ഒരുപാട് ഖിറാഅത്ത് അവിടെ ഓതുന്നു. ഫജ്ർ നിസ്കാരത്തിന് കുറച്ച് അധികം ഓതണം എന്നാണ്, നിസ്കാരം അധികം ഓതിയിരുന്നു. അതുകൊണ്ട് ഫജ്ർ നിസ്കാരത്തിന് ഖുർആനൽ ഫജ്ർ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. അത് മനസ്സിലാക്കേണ്ടത് മൂന്നാമത് വേറെ തന്നെയാണ് പറയുന്നത്. കാരണം അത് ജം ചെയ്യാൻ പറ്റാത്തൊരു നിസ്കാരമാണ്. ഇശാന്റെ കൂടെയും മഗ്രിബ് ഫജ്ർ നിസ്കാരം ജം ചെയ്യാൻ പറ്റൂല, ളുഹറിലേക്ക് അതും പറ്റൂല. അത് വേറെ തന്നെ സമയം, മുസ്തഖില്ലായ സമയമാണ്, സെപ്പറേറ്റഡ് സമയമാണ്. അതുകൊണ്ട് ഖുർആനൽ ഫജ്ർ എന്ന് പ്രത്യേകം പറയാം. ഇന്ന ഖുർആനൽ ഫജ്രി കാന മശ്ഹൂദ, തീർച്ചയായും ഫജ്ർ നിസ്കാരത്തിന്റെ ആ ഖുർആൻ പാരായണം, ആ നിസ്കാരം കാന മശ്ഹൂദ, അത് സാക്ഷ്യം വഹിക്കപ്പെടുന്നതാണ്. ഹദീസുകളിൽ കാണാൻ സാധിക്കും. അത് മലക്കുകൾ സാക്ഷ്യം വഹിക്കുന്നതാണ്. രാത്രിയിലെ ഡ്യൂട്ടി ഉണ്ടായിരുന്ന മലക്കുകൾ
അവിടെ തിരിച്ചു പോകുന്നതിന് മുമ്പ് ഫജർ നിസ്കരിക്കും. അതുപോലെ ഫജറിന്റെ മലക്കുകൾ ആ സമയത്തേക്ക്, പകലിന്റെ മലക്കുകൾ ആ സമയത്ത് എത്തിയിട്ടുണ്ടാകും. അങ്ങനെ മലക്കുകളൊക്കെ സാക്ഷ്യം വഹിക്കുന്ന ഒരു നിസ്കാരം കൂടിയാണ് ഫജർ നിസ്കാരം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇത് നിസ്കാരത്തിന്റെ സമയം പറയാണ്. അതുപോലെ തന്നെ ഹദീസുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് വന്നിട്ടുണ്ട് എപ്പോഴൊക്കെയാണ് വഖ്തുൽ ളുഹ്രി ഇദാ സാലത്തി ശംസ്, ളുഹറിന്റെ സമയം സൂര്യൻ സവാല് സംഭവിച്ചാലാണ്, മധ്യാഹ്നത്തിലേക്ക് നിന്നും പടിഞ്ഞാറേക്ക് അല്പം തെറ്റിയാലാണ്. അല്ലെ, പടിഞ്ഞാറേക്ക് അല്പം തെറ്റും, നേരെ തലയിൽ മുകളിൽ കുറച്ചു നേരം സൂര്യൻ നിൽക്കുള്ളൂ, ഒരു 3-4 മിനിറ്റൊക്കെ ആയിരിക്കും ചിലപ്പോൾ നിൽക്കുക. ആ സമയത്ത് നിസ്കരിച്ചുകൂടാ. അതിനുശേഷം സൂര്യൻ എന്ത് ചെയ്യും, പടിഞ്ഞാറേക്ക് അല്പം ഇങ്ങനെ തുടങ്ങും. പിന്നെ അത് അസ്തമിക്കുന്നത് വരെ പടിഞ്ഞാറേക്ക് ഇങ്ങനെ പോയി പോവുകയാണ് ചെയ്യുക. അപ്പൊ ആ പടിഞ്ഞാറേക്ക് അല്പം തെറ്റി കഴിഞ്ഞാൽ സവാൽ ശംസ് സംഭവിച്ചു, ളുഹർ ഒരാൾക്ക് നിസ്കരിക്കാം. എന്നിട്ട് വക്കാന ളില്ലു റജുലി കതൂലിഹി, അതിന്റെ സമയം എങ്ങനെയാണ് അത് വരുന്നത്, അത് ഒരു മനുഷ്യന്റെ നേല് അയാളുടെ അതേ നേല് ആവുന്നത്, അങ്ങനെ ആവും. അങ്ങനെ വരെ നമുക്ക് ളുഹറിന്റെ സമയം ഉണ്ടാവും. ഒരാൾ 1 മീറ്ററുള്ള, ഒരു 1.5 മീറ്ററുള്ള ഒരു മനുഷ്യനാണെങ്കിൽ അയാളുടെ 1.5 മീറ്റർ നേല് തന്നെ ഉണ്ടാവും. അത് ചില സാഹചര്യങ്ങളിൽ, ചില സ്ഥലങ്ങളിൽ, ഭൂമിയുടെ ചില പ്രദേശങ്ങളിൽ അവിടെ പൂർണ്ണമായി സൂര്യൻ മുകളിലുള്ള സമയത്തും ഒരല്പം, ഒരു 10 സെന്റിമീറ്ററൊക്കെ ചിലപ്പോൾ നേലുണ്ടാവും. അത് ചില ഭൂമിയുടെ പ്രതലത്തിലാണ്. അപ്പൊ അവിടെ പണ്ഡിതന്മാര് അതും കൂടി കൂട്ടിയിട്ട് എടുക്കണം എന്ന് പറയുന്നുണ്ട്. നമ്മൾ ശരിക്കും സൂര്യൻ മുകളിലായാൽ നമ്മൾ എന്തെങ്കിലും ഒരു വടി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു നേലും ഉണ്ടാകാൻ പാടില്ല. പക്ഷെ ഭൂമിയുടെ ചില ഭാഗത്ത് നേലുണ്ടാവും, ചില ഭാഗത്ത് നേല് ഉണ്ടാകും. അതാണ് അതിന്റെ കറക്റ്റ്. പിന്നെ അത് പടിഞ്ഞാറേക്ക് പോകുമ്പോൾ എതിർഭാഗത്തേക്ക് ഇങ്ങനെ നേലിങ്ങനെ വന്നു തുടങ്ങും. അതിങ്ങനെ അസറിന്റെ സമയമാകുമ്പോഴേക്കും കൃത്യമായ നേരം, നമ്മൾ നട്ടുച്ചക്കൊക്കെ നടക്കുമ്പോൾ നമ്മൾ നേരം നോക്കിയാൽ മതി, നമ്മളെക്കാട്ട് ചെറിയ കുറിയ മനുഷ്യനായിട്ടായിരിക്കും വരിക. പിന്നെ അതങ്ങനെ കൂടി വരും. അപ്പൊ അങ്ങനെ അതേപോലെ എത്തുമ്പോഴാണ് ളുഹറിന്റെ സമയം. മാലം തഹ്ലുൽ അസർ, അസർ ആഗതമാകുന്നത് വരേക്ക്. വഖ്തുൽ അസ്രി മാലം തസ്ഫരി ശംസ്, അതുപോലെ അസറിന്റെ സമയം അത് സൂര്യന് ഇസ്ഫിറാർ സംഭവിക്കും. അത് ഉറൂബ് സംഭവിക്കുന്നതിന് മുമ്പ് സൂര്യൻ മഞ്ഞ നിറം പൂണ്ടുപോകുന്ന ഒരു സമയമുണ്ട്. അതാണ് അസറിന്റെ സമയം. അസറിന് 2 സമയമുണ്ടെന്നാണ്. ഒന്ന് വഖ്തുൽ ഇഖ്തിയാർ ഉണ്ട്, ഒന്ന് വഖ്തുൽ ഇൽത്തിറാർ ഉണ്ട്. നമ്മൾ അസർ നിസ്കരിക്കാൻ തെരഞ്ഞെടുക്കേണ്ട ഒരു സമയമുണ്ട്. നമ്മൾ മനഃപൂർവ്വം എന്ത് ചെയ്യാൻ പാടില്ല, സൂര്യൻ അസ്തമിക്കുന്ന തൊട്ടുമുമ്പ് പോയി തെരഞ്ഞെടുക്കാൻ പാടില്ല. ഒരാൾ 6:30 ബാങ്കിങ്ങിന് അസർ 6:25 നിസ്കരിക്കുക, അങ്ങനെ ചെയ്യരുത്. അങ്ങനെ മനഃപൂർവ്വം അവസാന സമയത്തേക്ക് പിന്തിപ്പിക്കുന്ന ആളുകളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, വിലക്കിയിട്ടുണ്ട്. അത് അവരുടെ നിസ്കാരത്തിന് ആക്ഷേപിച്ച് കോഴി കൊടുത്തത് പോലെ ചിലർ വന്ന് അങ്ങനെ നിസ്കരിച്ചു പോകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. അസർ നേരത്തെ തന്നെ നിസ്കരിക്കണം. എന്നാൽ ഒരാൾക്ക് ഇൽത്തിറാറിന്റെ സമയം, യാത്രയോ മറ്റു പ്രയാസങ്ങളോ മറ്റെന്തെങ്കിലുമൊക്കെ തിരക്കിലൊക്കെ ആയിപ്പോയി, ഡോക്ടറെ അടുത്തൊക്കെ പോയി അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിച്ചു, സൂര്യാസ്തമിക്കുന്നതിന് മുമ്പ് നിസ്കരിച്ചാൽ അസർ വക്ത് തന്നെയാണ് നിസ്കരിച്ചത്. അസർ വക്ത് തന്നെയാണ് നിസ്കരിച്ചത്. അതുകൊണ്ടാണ് മാലം തസ്ഫർ ഷംസ് എന്ന് പറഞ്ഞത്. അത് ഇസ്ഫിറാർ, അതിന്റെ സമയത്തിന് മുന്നേ നിസ്കരിക്കാന്നാണ്. ഇനി വക്തു സലാത്തുൽ മഗ്രിബ് മാലം യഗിബി ഷഫഖ്. ഇനി മഗ്രിബിന്റെ സമയം, ആരംഭ സമയം പറയേണ്ടതില്ല. മഗ്രിബ് എന്ന് പറയുന്നത് തന്നെ സൂര്യാസ്തമയാണ് ആരംഭ സമയം. മാലം യഗിബി ഷഫഖ്, ആകാശത്ത് അസ്തമയ ശോഭ ഉണ്ടാവും. അത് നമ്മൾ നല്ല വെളിച്ചമുള്ള സ്ഥലത്തൊന്നും ചിലപ്പോൾ കണ്ടോളന്നില്ല. എന്നാൽ വെളിച്ചമൊക്കെ കുറഞ്ഞ സ്ഥലത്ത് അല്ലെങ്കിൽ ബീച്ച് പോലത്തെ ഏരിയയിലൊക്കെ നമുക്ക് ആകാശത്ത് നല്ല കൃത്യമായി ചുവപ്പ് കളർ കാണും. അത് പൂർണ്ണമായി മാഞ്ഞു പോകുന്നത് വരെയാണ് യഥാർത്ഥത്തിൽ എന്തിന്റെ സമയം, മഗ്രിബ് അവസാനിക്കുന്ന സമയം. അത് തന്നെയാണ് ഇഷാന്റെ ആരംഭ സമയവും. അത് തന്നെയാണ് ഇഷാന്റെ ആരംഭ സമയവും. അത് ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ, പല നാടുകളിലും ഇഷാന്റെ സമയം ബാങ്ക് അല്പം വൈകിപ്പിച്ചിട്ടാണ് കൊടുക്കാറുള്ളത്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, മഗ്രിബ് 8 മണിക്കാണെങ്കിൽ മഗ്രിബ് 7:45 7:50 നിസ്കരിച്ചാൽ മഗ്രിബ് സമയത്തിലാണെന്ന് വിചാരിക്കരുത്. കാരണം ഇശ പൂർണ്ണമായി പ്രവേശിക്കാൻ പല സ്ഥലത്തും ബാങ്ക് എന്ത് ചെയ്യാറുണ്ട്, അല്പം വൈകിപ്പിക്കാറുണ്ട്. ചില പണ്ഡിതന്മാർ പറഞ്ഞ ചിലയിടത്ത് 20 മിനിറ്റൊക്കെ ചിലപ്പോൾ എന്ത് ചെയ്യാറുണ്ട്, മാറ്റാറുണ്ട്. അപ്പോൾ 8 മണിക്കാണ് ചിലപ്പോൾ 7:40 തന്നെ മഗ്രിബ് ആയിട്ട്. 6:30 ബാങ്ക് കൊടുത്തത് 7:40 ആകുമ്പോൾ, അല്ലെങ്കിൽ അതിന് മുന്നേ തന്നെ ചിലപ്പോൾ 7:30 തന്നെ എന്ത് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ ഏകദേശ സമയം പറയാം. അതൊരു മണിക്കൂറൊക്കെ നമ്മൾ മാക്സിമം കാണാവൂ, 1 മണിക്കൂറൊക്കെ. അത് കഴിഞ്ഞാൽ പൂർണ്ണമായി സമയം കഴിഞ്ഞു എന്നാണ്. പൂർണ്ണമായി സമയം കഴിഞ്ഞു. ആ സമയം അങ്ങനെ വെക്കുന്നതാണ്. ഏഷാന്റെ സമയം കുറച്ച് അല്പം മാറ്റി വെക്കുന്നതാണ് പലപ്പോഴും ബാങ്ക് ആവുന്നതിന് വേണം. കാരണം നേരത്തെ ആയിപ്പോയാൽ ഏഷാ നിസ്കാരം ശരിയാവില്ല. അപ്പൊ അത് വിചാരിച്ചിട്ട് നമ്മൾ ഏഷാന്റെ ബാങ്ക് വരെ മഗ്രിബ് നിസ്കരിക്കാന്ന് വിചാരിച്ച് നിൽക്കേണ്ടതില്ല. മറിച്ച് ഈ അടയാളമാണ് നമ്മുടെ പ്രധാനം. അത് നേരത്തെ തന്നെ ആവും. അത് ആകുന്നതോടുകൂടി ഏഷയാവും ചെയ്യും. അല്ലാതെ മഗ്രിബ് കഴിഞ്ഞ് ഏഷന്റെ ഇടയിൽ വേറൊരു ടൈമില്ല. മഗ്രിബ് കഴിയുന്നതോടുകൂടി ഏഷ സമയം ആരംഭിക്കും. മഗ്രിബ് കഴിയുന്നതോടുകൂടി ഏഷന്റെ സമയം ആരംഭിക്കും. പിന്നെ ഈ ഹദീസിലുള്ള ഏഷന്റെ സമയം എത്രയാണ്? വഖ്തു സലാത്തുൽ ഇശ ഇലാ നിസ്ഫുൽ ലൈലിൽ ഔസത്ത്, രാത്രിയുടെ മധ്യ നിസ്ഫുൽ ലൈൽ ആകുന്നത് വരെ, അതായത് മിഡ് നൈറ്റ് ആകുന്നത് വരെയാണ് എന്നാണ്. ഇത് ചില ഹദീസുകളുടെ അടിസ്ഥാന പണ്ഡിതന്മാർക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ട്. ഫജ്ർ വരെ ഉണ്ടോ എന്നുള്ളത് അല്ലാഹു ആലം.
രാത്രിയുടെ മിഡിൽ അത് നമ്മൾ നോക്കുക. അത് എപ്പോഴും 12 മണിയല്ല, ശ്രദ്ധിക്കണം. അർദ്ധരാത്രി എന്ന് പറയുന്നത് 12 മണിയാണെന്ന് നമുക്ക് തോന്നാണ്. അതുപോലെ അത് മാറും. അത് സൂര്യാസ്തമയവും സൂര്യന്റെ ഫജർ, സൂര്യോദയമല്ല ഫജർ, അത് നോക്കിയിട്ട് നമ്മൾ അതിന്റെ നേരെ പകുതി എടുക്കണം. അപ്പോൾ ആ പകുതി എടുക്കുന്ന ചിലപ്പോൾ 11:40 ആവും, 11:50 ആവും, അങ്ങനെയൊക്കെ ഉണ്ടാവാം. അപ്പം അതിന് മുന്നേ തന്നെ ഇശാ നിസ്കരിച്ചു പോകണം. വവക്തു സലാത്ത് സുബ്ഹി ബിൻ തുലൂഇൽ ഫജ്ർ മാ ലം തത്ലുഇ ശംസ്. ഹദീസിലുള്ളതാണ് ഈ പറയുന്നതല്ല. ഫജ്റിന്റെ സമയം എന്ന് പറയുന്നത് ഫജ്റിന്റെ സൂര്യോദയമല്ല, ഫജ്റിന്റെ പ്രഭാതോദയമുണ്ട്, തുലൂഇൽ ഫജ്ർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു സംഭവമുണ്ട്. ഫജ്ർ എന്ന് പറയുന്നത് ആകാശത്ത് നിന്നും ആദ്യം മുകളിൽ നിന്നും താഴേക്കൊരു വെളിച്ചം വരും. അതിനാണ് ഫജ്റുൽ കാദിബ് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിലുള്ള ഫജ്റിനെ കാട്ടിയും ഫാൾസ് ഡോൺ എന്ന് പറയുന്നത് 1 മണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വരുന്നതാണ്. അത് നമ്മൾ ചിലപ്പോൾ പലപ്പോഴും ജീവിതത്തിൽ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവില്ല. പക്ഷെ അങ്ങനെയുള്ള വീഡിയോസൊക്കെ എടുത്ത് നോക്കിയാൽ എനിക്ക് കാണാൻ പറ്റും. അത് പ്രത്യേക ഇരുട്ടുള്ള നല്ല സ്ഥലത്ത് അങ്ങനെ വെച്ച് അവരത് എടുക്കാറുണ്ട്. അത് കറക്റ്റ് കൃത്യമായിട്ട് ഒരു വെളിച്ചം ഇങ്ങനെ താഴേക്ക് വരും. അപ്പോൾ നമ്മൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു എന്ന് തോന്നും, പക്ഷെ പെട്ടെന്ന് മാനുവോ. അതാണ് അതിനെ ഫജ്റുൽ കാദിബ് എന്ന് പറയുന്നത്. ഫാൾസ് എന്ന് പറയുന്നത് ആ അർത്ഥത്തിലാണ്. ആ മാനുവോ പിന്നെ ഇരുട്ട് തന്നെ ആയിരിക്കും വീണ്ടും ഉണ്ടാവുക. എന്നാൽ ഫജ്റു സാദിഖ് എന്ന് പറയുന്നതാണ് നമ്മളെ ഫജറിന്റെ സമയം. അത് നമ്മുടെ ബാങ്കിന്റെ ഇപ്പോൾ ഒരു സമയമുണ്ടല്ലോ. അപ്പം ആ സമയത്ത് യഥാർത്ഥത്തിൽ ഇത് പരന്നിട്ടാണ് എന്ത് ചെയ്യുക, പ്രകാശങ്ങൾ പരക്കുക. ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പരക്കാൻ തുടങ്ങിയാൽ ഈ വെളിച്ചം കൂടുകയേ ചെയ്യുള്ളൂ. വെളിച്ചം സൂര്യൻ ഉദിക്കുന്നത് വരേക്കും ഇതിങ്ങനെ കൂടിയിട്ടാണ് വരിക. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ആകാശത്ത് വെളിച്ചമുണ്ട്, അല്ലെ? സൂര്യൻ ഉദിക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ നമുക്ക് വെളിച്ചം നമുക്ക് കാണാൻ പറ്റുന്ന പോലത്തുള്ള വെളിച്ചം തന്നെ ഉണ്ടാവും. അപ്പോൾ അതങ്ങനെ കൂടി വരിക. അപ്പോൾ ആ ഫജറാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇനി ഫൈദ തലഅത്തി ശംസു ഫഅംസിക അനിസ് സലാ. ഇനി സൂര്യൻ ഉദിച്ചാൽ പിന്നെ നിസ്കരിക്കാനേ പാടില്ല. ഫഇന്നഹാ തത്ലുഉ ബൈന ഖർനൈ അശ്ശൈത്താൻ. പിശാചിന്റെ 2 കൊമ്പുകൾക്കിടയിലാണ് അത് ഉദിക്കുന്നത് എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വളരെ വ്യക്തമായി സ്വഹീഹ് മുസ്ലിമിൽ നിസ്കാരത്തിന്റെ സമയം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ അതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്, നിസ്കാരത്തിന്റെ കലണ്ടറുകളെല്ലാം കൃത്യമാക്കിയിട്ടുള്ളത്. കാരണം ഇതെല്ലാം സൂര്യന്റെ ഉദയാസ്തമയങ്ങൾക്കിടയിലുള്ള സമയവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. സൂര്യനാകട്ടെ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം വളരെ കൃത്യമായി സഞ്ചരിക്കുന്ന സഞ്ചാരപാതയിൽ സഞ്ചരിക്കുന്നുണ്ട്. ഒരു ദിവസം വൈകൂല. അതുകൊണ്ട് നമുക്ക് എത്ര വർഷത്തിന് ശേഷമുള്ള സുബൈന്റെ സമയവും ലുഹറിന്റെ സമയമൊക്കെ പറയാം. വളരെ കോൺഫിഡൻസിൽ നമുക്ക് പറയാം. കാരണം സൂര്യൻ ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നത്, നമ്മൾ പറഞ്ഞാൽ നാളെ തെറ്റൂല, അല്ലെ? നമ്മൾ നാളെ ഇത്ര മണിക്ക് തന്നെ സൂര്യൻ ഉദിക്കും എന്ന് പറഞ്ഞാൽ അതിൽ 1 മിനിറ്റ് മാറൂല. വളരെ കൃത്യമായിട്ട് ആ സമയത്ത് ഉദിക്കുന്നു. അതേപോലെ തന്നെ അസ്തമയം വളരെ കൃത്യമായിട്ട് കൃത്യമായിട്ട് അത് അസ്തമിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് അങ്ങനെ കൃത്യമായ സമയം നേരത്തെ വെക്കാൻ പറയുന്നത്. എന്നാൽ നമ്മുടെ മാസപ്പിറവി നമുക്ക് അങ്ങനെ കഴിയില്ല. കാരണം മാസപ്പിറവി സംഭവിക്കുന്നത് ചന്ദ്രൻ ഉദിക്കുന്ന നമ്മൾ കാണണം, റുഇയത്താണ്, അല്ലെ? അത് ഉദിക്കും, കൃത്യസമയത്ത് ഉദിക്കും, കൃത്യസമയത്ത് അസ്തമിക്കും. പക്ഷെ കേവലം ഉദിക്കുന്നത് കൊണ്ട് കാര്യമില്ല. അവിടെ റുഇയത്ത് ഉണ്ടാവണം, നമ്മൾ കാണണം. അപ്പൊ കാണാതിരിക്കാൻ പല പോസിബിലിറ്റി ഉണ്ട്. എന്തെങ്കിലും മൂടലുണ്ടാവാം, മഴ ഉണ്ടാകാം, പല കാര്യങ്ങളുണ്ട്. പിന്നെ ചില നാടുകളിൽ കാണാതെ വേറെ ചില നാടുകളിൽ കാണാം. അങ്ങനെ പല പോസിബിലിറ്റി അതിലുണ്ട്. അതുകൊണ്ടാണ് ഇത് രണ്ടും തമ്മിൽ വ്യത്യാസം. ആളുകൾ അത് ഇഷ്കാലാക്കാറുണ്ട്. ഇതിങ്ങനെ നിങ്ങൾ സൂര്യനെ അവലംബിക്കുന്നുണ്ട്, ഇതെന്താ അവലംബിക്കാത്തത് എന്നൊക്കെ. അത് രണ്ടാണ് എന്നുള്ളത് അതിനെക്കുറിച്ച് പഠിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടുന്നതാണ്. ഇതാണ് 7ാമത്തെ ഷർത്ത്. അശ്ശർതു സാമിൻ, 8ാമത്തെ ഷർത്ത് ഇസ്തിഖ്ബാലുൽ ഖിബ്ല, ഖിബ്ലയെ അഭിമുഖീകരിക്കുക എന്നുള്ളത്. വദ്ദലീലു ഖൗലുഹു തആല, തെളിവ് അല്ലാഹു തആല പറഞ്ഞു, قد نرى تقلب وجهك في السماء فلنولينك قبلة ترضاها فول وجهك شطر المسجد الحرام وحيث ما كنتم فولوا وجوهكم شطره. സൂറത്തുൽ ബഖറയിലെ 144ാമത്തെ ആയത്താണ്. ആയത്തിന് അവതരണ പശ്ചാത്തലമൊക്കെ ഉണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് യഥാർത്ഥത്തിൽ കഅബ തന്നെ ഖിബലയായി കിട്ടണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ആദ്യത്തെ ഖിബല എങ്ങോട്ടായിരുന്നു? ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു. അഥവാ മദീനയിൽ നിന്നും വടക്ക് ഭാഗത്തേക്കായിരിക്കും ഉണ്ടാവുക. വടക്ക് ഭാഗത്തേക്കാണ് ജോർദാൻ, അങ്ങോട്ടേക്കാണ് ഷാമുൾ, ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു. അപ്പൊ അങ്ങോട്ടേക്കായിരുന്നു മുസ്ലിമീങ്ങൾ ആദ്യം നിസ്കരിച്ചത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കഅബയിലേക്ക് തന്നെ ആകണമെന്ന് ആഗ്രഹമുണ്ട്. അങ്ങനെ അവിടെ നിന്ന് എപ്പോഴും വഹി വരാൻ വേണ്ടി ആകാശത്തേക്ക് നോക്കും. അതാണ് അല്ലാഹു തആല പറയും, ഖദ് നറാ തഖല്ലുബ വജ്ഹിക ഫിസ്സമാ, താങ്കൾ ആകാശത്തേക്ക് ഇങ്ങനെ മുഖം തിരിക്കുന്നത് നാം കണ്ടിട്ടുണ്ട്. ഫലനുവല്ലിയന്നക ഖിബ്ലതൻ തർലാഹ, ഇതാ താങ്കൾ തൃപ്തിപ്പെടുന്ന ആ ഖിബലയിലേക്ക് തന്നെ നാം തിരിക്കുകയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സന്തോഷ വാർത്ത അറിയിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ഫവല്ലി വജ്ഹക, ആകയാൽ നീ നിന്റെ മുഖത്തെ തിരിക്കുക, ഷത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ദിക്കിലേക്ക് എന്നെ തിരിക്കുക, വഹൈസു മാ കുൻതും, നീ എവിടെയായിരുന്നാലും, ഫവല്ലു വുജൂഹക്കും ഷത്റഹു, നിങ്ങളുടെ മുഖങ്ങൾ അതിനെ നേർക്ക് തിരിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ കിബിലയുടെ കാര്യത്തിൽ നമ്മൾ 2 കാര്യം മനസ്സിലാക്കണം. കിബില
നേരിട്ട് കാബയെ കാണുന്ന ആളുകൾക്ക് അവിടെ കിബില എന്തായിരിക്കണം? ആ ഇസ്തിഖ്ബാല് അത് ഐനിൽ തന്നെ കിബിലയിലേക്ക് തന്നെ നമ്മൾ തിരിക്കേണ്ടതുണ്ട്. അവിടെ തീരെ മാറാൻ പാടില്ല. തവാഫ് ചെയ്യുന്ന അവിടുന്ന് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മൾ കിബിലയെ കാണുന്നുണ്ട്, അല്ലെ, കാബയെ കാണുന്നുണ്ട്. അപ്പൊ ആ സമയത്ത് ഒരാൾ ഇവിടെ ഇപ്പോൾ കാബ ഉണ്ടെങ്കിൽ ഒരാൾ ഇങ്ങനെ തിരിഞ്ഞ് നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവില്ല. അതായത് ഒരു 20 ഡിഗ്രി അയാൾ തിരിഞ്ഞിങ്ങനെ നിസ്കരിച്ചു, അയാൾ നിസ്കാരം ശരിയാവില്ല. കാരണം കാബ എവിടെ ഉള്ളത്, അയാൾ ഇങ്ങനെ നിസ്കരിച്ചപ്പോൾ ഇത് അങ്ങോട്ടേക്കാണ്, അയാൾ നിസ്കാരം എന്താവില്ല, ശരിയാവില്ല. അവിടെ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം, വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കണം. അതുകൊണ്ട് ഇവിടെ സഫാ മർവന്റെ ഇടയിലൊക്കെ അവർ കൃത്യമായിട്ട് അയിൽ ചെരിച്ചിട്ടാണ് ഇട്ടിട്ടുള്ളത്. അത് കിബിലക്ക് കറക്റ്റ് ആയിട്ടാണ്. നമുക്ക് അവിടെ കാണുമ്പോൾ അവിടെ തന്നെ അങ്ങനെ തന്നെ നമ്മൾ നിസ്കരിക്കണം. അത് അതിൻ്റെ ഉള്ളിൽ തന്നെ നമ്മൾ നിസ്കരിക്കുന്നത്. തെറ്റി നിസ്കരിച്ചാൽ നിസ്കാരം ശരിയാവാതാവും നമുക്ക് കാബയെ കാണുന്ന സ്ഥലത്ത് നിന്ന്. അപ്പം അത് ഐനായിട്ട് തന്നെ നിസ്കരിക്കണം. എന്നാൽ ഒരാൾ മക്കത്തിന്റെ മറ്റു സ്ഥലത്താണ്, കാബയെ കാണുന്നില്ല, ലോകത്തിന്റെ പല ദൂരമുള്ള സ്ഥലത്താണ് എങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ ജിഹത്തിലേക്ക് തിരിയുക എന്നുള്ളത് തന്നെ മതിയായതാണ്. ആ ദിശയിലേക്ക് അല്ലാഹു തആല പറഞ്ഞു, ഫവല്ലി വജ്ഹക ശത്റൽ മസ്ജിദിൽ ഹറാം, മസ്ജിദുൽ ഹറാമിന്റെ ജിഹത്തിലേക്ക്, ആ ഭാഗത്തേക്ക് തിരിയുക എന്നുള്ളതാണ് നമുക്ക് ബാധ്യതയായിട്ടുള്ളത്. എന്ന് വെച്ചാൽ നമ്മളൊരല്പം 20-30 ഡിഗ്രി അങ്ങ് വലത്തോട്ടോ ഇടത്തോട്ടോ ഒക്കെ തിരിഞ്ഞ്, ഇങ്ങോട്ടാണ് കിബില, ഞാൻ കുറച്ചിങ്ങനെ തിരിഞ്ഞാലും നിസ്കാരം സ്വഹീഹാണ്. നിസ്കാരം സ്വഹീഹാണ്. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 കൈ ഇങ്ങനെ ഉയർത്തിയിട്ട് ഇങ്ങനെ നീട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ ഇതിനിടയിൽ നിസ്കരിച്ചോളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ തെറ്റിയാൽ എന്തില്ല, കുഴപ്പമില്ല. കാരണം നമ്മൾ ആയിരക്കണക്കിന് കിലോമീറ്റർ ഇപ്പുറത്ത് നമ്മളുള്ളത്, കൂടുന്നുള്ള ഡിക്ലിനേഷൻ ഒന്നും നമുക്ക് പ്രശ്നമുള്ള കാര്യമല്ല. അപ്പൊ അത് നിസ്കാരം ശരിയല്ല. അപ്പൊ അങ്ങനെ ചില ആൾക്ക് തെറ്റ് വിചാരിക്കും. അതായത് ഞാൻ ചിലപ്പോൾ ഇങ്ങനെ കുറച്ച് നിസ്കാരപ്പാട് ഇങ്ങനെ ആയിപ്പോ എനിക്ക് ഇത് നോക്കിയപ്പോൾ ഒരു 20 ഡിഗ്രി ഇങ്ങോട്ടായിരുന്നു. കുഴപ്പമില്ല, നീ ആ ഭാഗത്തേക്ക് ആയാൽ മതി, ആ ഭാഗത്തേക്ക് ആയാൽ മതി. അപ്പൊ എല്ലാ സ്ഥലത്തും പടിഞ്ഞാറല്ല, അല്ലെ? പടിഞ്ഞാറ് കിബില എന്നാണോ? അല്ല, പടിഞ്ഞാറ് സൂര്യൻ അസ്തമിക്കുന്ന സ്ഥലമാണ്. നമ്മളെ നാട്ടിൽ ആ ഭാഗത്ത് തന്നെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത്, കിബില വരുന്നത്. വേറെ നാട്ടിൽ അപ്പുറത്തു നിന്നുള്ള മദീനക്കാർക്ക് തെക്ക് ഭാഗത്തേക്കാണ് കിബില വരുന്നത്. ഓരോ കാബയുടെ ഏത് ഭാഗത്തും സ്ഥിതി ചെയ്യുന്നതനുസരിച്ചിട്ട് സ്ഥലം മാറിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഭാഗത്തേക്ക് തിരിയുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിൽ അല്പം അങ്ങോട്ടും ഇങ്ങോട്ടായാൽ കുഴപ്പമൊന്നുമില്ല. അല്പം ഇങ്ങോട്ടും. ഇപ്പൊ ട്രെയിനിലൊക്കെ നിസ്കരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ ബർത്തിൽ ഇങ്ങനെ ആയിരിക്കും, കിബില കിട്ടൂല, കിബില ചിലപ്പോൾ ഇങ്ങോട്ടായിരിക്കും. നമ്മൾ കഷ്ടപ്പെട്ട് ഇങ്ങനെ തിരിഞ്ഞിരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരാവശ്യമില്ല, നമ്മൾ നേരെ ഇരുന്നാൽ മതി. കാരണം 20 ഡിഗ്രി തിരിഞ്ഞാൽ നമുക്ക് കറക്റ്റ് കിബില കിട്ടും. പക്ഷെ അങ്ങനെ 20 ഡിഗ്രി തിരിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ നിസ്കരിക്കാൻ സുജൂദൊന്നും ശരിക്കും ചെയ്യാൻ പറ്റണമെന്നില്ല. നമ്മൾ നേരെ തന്നെ ഇരുന്നാൽ മതി. കാരണം ആ ചെറിയ ഇൻക്ലിനേഷൻ എന്ത് ചെയ്യുന്നില്ല, നിസ്കാരത്തെ ബാധിക്കുന്നില്ല. അത് സ്വഹാബികൾക്കുള്ള ഇജ്മാ ഉള്ള വിഷയമാണ്, അഭിപ്രായ വ്യത്യാസമുള്ളൊരു വിഷയം അല്ല. ഇനി ഒരാൾ ഈ ചെറിയൊരു മസല, ഒരാളൊരു നാട്ടിൽ പോയി, അയാൾക്ക് അറിയാത്തൊരു പ്രദേശമാണ് എങ്കിൽ അവിടെ അയാൾ ആരോടെങ്കിലും നിർബന്ധമായും കിബില ഏതാണെന്ന് ചോദിച്ചിരിക്കണം, എന്നിട്ടാണ് നിസ്കരിക്കാൻ പാടുള്ളൂ. ആരോട് ചോദിക്കാതെ എങ്ങനെയെങ്കിലൊക്കെ നിസ്കരിച്ചിട്ട് നിസ്കാരം കിബില വേറെ സ്ഥലത്തായിരുന്നു എന്ന് പറഞ്ഞാൽ മാറ്റി നിസ്കരിക്കേണ്ടി വരും. ചോദിക്കാൻ അവിടെ ആളുണ്ടായിരുന്നു, പക്ഷെ ആരോട് ഞാൻ ചോദിക്കൂല, ഞാൻ ഇങ്ങനെ വെറുതെ ഒറ്റക്ക് നിസ്കരിച്ചു, അയാൾ നോക്കുമ്പോൾ കിബില നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു, മാറ്റി നിസ്കരിക്കേണ്ടി വരും. എന്നാൽ ഒരാൾ എന്ത് ചെയ്തു, ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് വിചാരിക്കുക, ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അയാൾ ഏകദേശം ഇജ്തിഹാദ് ചെയ്തു, അല്ലെ? കുറച്ചൊന്ന് സൂര്യനൊക്കെ നോക്കി അതൊക്കെ ഏകദേശം തോന്നി ഈ ഭാഗത്തേക്കായിരിക്കും, അല്ലെ? സൂര്യൻ അങ്ങോട്ടേക്ക് പോകുന്ന കാണുമ്പോൾ അപ്പോൾ എന്തായാലും അത് പടിഞ്ഞാറായിരിക്കും. അപ്പോൾ ഈ നാട്ടിൽ അത് പടിഞ്ഞാറാണെങ്കിൽ ബാക്കി നമുക്കറിയാമല്ലോ, അത് കിഴക്കായിരിക്കും, അല്ലെ? അത് വടക്കായിരിക്കും, തെക്കായിരിക്കും. അപ്പോൾ ഈ നാട്ടിലെ കിബില ഇങ്ങോട്ടാണെന്നൊക്കെ പറഞ്ഞാൽ ഏകദേശമൊക്കെ ഒരാൾക്ക് കണക്കാണ്ട് പറ്റുമൊക്കെ ആയിരിക്കും, സൂര്യനൊക്കെ കാണുന്ന അവസ്ഥയിലാണെങ്കിൽ. അപ്പോൾ അയാൾ അങ്ങനെ നിസ്കരിച്ചു. പക്ഷെ എന്നാലും തെറ്റിപ്പോയി. പക്ഷേ അവിടെ ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല, അതാണ് രണ്ടാമത്തെ അവസ്ഥ. അപ്പോൾ അയാളെ സംബന്ധിച്ചോളം എന്ത് ചെയ്യേണ്ടതില്ല, മാറ്റി നിസ്കരിക്കേണ്ടതില്ല. ഇനി നമുക്കറിയാം, ഈ കാലഘട്ടത്തിൽ നമുക്ക് നമ്മുടെ മൊബൈൽ ആപ്ലിക്കേഷനിലൊക്കെ ശരിക്കുള്ള, അതായത് ശരിക്കും വർക്ക് ചെയ്യുന്നതാണ് എങ്കിൽ നമുക്കതിൽ നോക്കാം. അപ്പോൾ ശ്രദ്ധിക്കണം, ചില ഫോണിലൊന്നും ഇത് വർക്ക് ചെയ്യില്ല എന്നാണ് മനസ്സിലാകുന്നത്. അല്ല, എന്തോ സെൻസർ എന്തോ ഉണ്ടെങ്കിൽ മാത്രമേ കിബില ഡയറക്ഷനൊക്കെ വർക്ക് ചെയ്യുള്ളൂ. അത് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ എല്ലായിടത്തും പോയാലും ഒരൊറ്റ കിബില ഇരിക്കും. അത് അങ്ങനെ തെറ്റിയിട്ട് അങ്ങനെ നിസ്കരിക്കരുത്. അത് ഒന്ന് ഉറപ്പ് വരുത്തുക. അതിൽ ചിലപ്പോൾ അവരൊക്കെ അനക്കാനൊക്കെ പറയുന്നുണ്ടാവും. അതിൽ അടുത്തുള്ള ആളൊന്നും കൂടി ഫോണൊക്കെ നോക്കുക, 2 ആളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ്. അത് അൽഹംദുലില്ലാ നമുക്ക് അങ്ങനെ ഫോണിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന ഒരു കാര്യമാണ് കിബില അങ്ങനെ ചെയ്യുക എന്നുള്ളത്. അപ്പം അത് കിബിലക്ക് നേരെ തന്നെ നിസ്കരിക്കുക എന്നുള്ളതാണ് വേണ്ടത്. ഇനി സുന്നത്ത് നിസ്കാരമാണെങ്കിൽ അത് ചെറിയൊരു അളവുണ്ട്. സുന്നത്ത് നിസ്കാരം അത് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വാഹനത്തിലാണ് എങ്കിൽ അവിടെ കിബില വിഷയമല്ല. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണെങ്കിൽ, നമ്മൾ യാത്രയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, കിബില നോക്കേണ്ടതില്ല. നമുക്ക് എങ്ങനെ നിസ്കരിക്കാം. ഉദാഹരണത്തിന് ട്രെയിനിൽ ഒരാൾ യാത്രയാണ്, അയാൾക്കൊരു വിത്ത് നിസ്കരിക്കണം, 3 റക്അത്ത് നിസ്കരിക്കണമെങ്കിൽ എങ്ങനെ നിസ്കരിക്കാം. ഇനി പകല് കാറിൽ ഒരാൾ പോവാണ്, ഒരാൾക്ക് ദുഹ നിസ്കരിക്കണം, 2 അയാൾക്ക് പുറകിലിരുന്നിട്ട് എങ്ങനെ നിസ്കരിക്കാം. കാർ എങ്ങോട്ട് പോകുന്നു നോക്കണ്ട,
കാർ ചിലപ്പോൾ റിംഗ് റോഡിൽ ഇങ്ങനെ തിരിഞ്ഞു പോകുന്നൊക്കെ ഉണ്ടാവും, വിഷയമല്ല. അയാൾക്ക് പുറകിലിരുന്നിട്ട് ഈ രണ്ട് നിസ്കരിക്കാം, യാതൊരു കുഴപ്പവും ഇല്ല. അയാൾ സുന്നത്ത് അത്ര നിസ്കാരം അത്ര ഒഴിവാക്കേണ്ടതില്ല, അയാൾക്ക് അങ്ങനെയൊക്കെ നിസ്കരിക്കാം, അവിടെ ഇരുന്നിട്ടും ഒക്കെ നിസ്കരിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്തിരുന്നു. അവിടെ ഇബ്നു ആമിർ ബിൻ റബീഅ റളിയല്ലാഹു അൻഹു പറയാണ്, റഅയ്തു റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഹുവ അല റാഇലതി യുസബ്ബിഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ വാഹന മൃഗത്തിൽ യുസബ്ബിഹ് എന്ന് പറഞ്ഞാൽ സലാത്തു സുബ്ഹ് എന്നുള്ളത് സലാത്തു നാഫിലക്ക് പറയും. സുന്നത്ത് നിസ്കാരത്തിൽ സുബ്ഹ് തസ്ബീഹുള്ള, അതായത് നിസ്കാരത്തിൽ ഒരുപാട് തസ്ബീഹ് ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ പറയാം. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വാഹനത്തിൽ സുന്നത്ത് നിസ്കരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. യൂമിഉ ബിറഅസിഹി ഖബ്ല അൻ വജ്ജഹ തവജ്ജുഹി. അവിടുന്ന് എന്ത് ചെയ്യും, തല കൊണ്ട് ആംഗ്യം കാണിക്കുമായിരുന്നു. വലം യകുൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസ്നഉ ദാലിക ഫി സ്വലാത്തിൽ മക്തൂബ. ഫർള് നിസ്കാരങ്ങൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ചെയ്യാറുണ്ടായിരുന്നില്ല. അത് ഫർള് നിസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും, വാഹനത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ വാഹനത്തെ കിബിലക്ക് നേരെ വെച്ച് മറയാക്കാക്കി നിസ്കരിക്കുമായിരുന്നു. അപ്പൊ നമുക്കിന്നും അത് നമ്മളെ കൺട്രോളിലുള്ള വാഹനമാണ് എങ്കിൽ നമ്മൾ നിർത്തിയിട്ട് നിസ്കരിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്, അങ്ങനെ തന്നെ ചെയ്യണം. ചില യാത്രയെന്ന് വെച്ചിട്ട് നമ്മളെ കാറായിരിക്കും, നമുക്ക് വേണമെങ്കിൽ പെട്രോൾ പമ്പിലോ എവിടെയെങ്കിലൊക്കെ നിസ്കരിച്ചാൽ നിർത്തിയാൽ നിസ്കരിക്കാൻ സുഖമായിട്ട് പറ്റും, യാതൊരു പ്രയാസവും ഇല്ലെങ്കിൽ നമ്മൾ അങ്ങനെ തന്നെ നിസ്കരിക്കണം, ഫർദ് നിസ്കാരം. മനസ്സിലായില്ലേ? എന്നാലും നമ്മൾ ബസ്സോ അല്ലെങ്കിൽ കാർ വാഹനം മറ്റ് കാര്യങ്ങളോ പബ്ലിക് ട്രാൻസ്പോർട്ടോ നമുക്ക് നിർത്താൻ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ കിബില നോക്കാതെ നിൽക്കാൻ പറ്റാത്ത രൂപത്തിൽ ഇരുന്നിട്ടൊക്കെ അങ്ങനെ നിസ്കരിക്കാം. പക്ഷെ നമ്മളെ കാറാണെങ്കിൽ നമുക്ക് നിർത്തി നിസ്കരിക്കാൻ പറ്റും. അപ്പം അങ്ങനെ ചെയ്യണം. ഇതൊക്കെ അറിയാത്തവരുണ്ട്. ഒരാളിങ്ങനെ യാത്രയിൽ ഒരു സ്ഥലത്ത് പള്ളിയുടെ മുന്നിൽ നിർത്തി. അപ്പോൾ ആ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുണ്ട്. അപ്പോൾ അയാൾ പള്ളിയിലേക്ക് പോയി നിസ്കരിച്ചു. സ്ത്രീ പറഞ്ഞു, ഞാനിവിടെ കാറിലിരുന്ന് നിസ്കരിച്ചോളാം എന്ന് പറഞ്ഞിട്ട് കാർ എങ്ങനെയോ നിർത്തിയിട്ടുണ്ട്. അവർ ഇരുന്നിട്ടൊക്കെയാണ് നിസ്കരിക്കുന്നത്. അപ്പോൾ അവർ വിചാരിച്ച യാത്ര അല്ലേ, അപ്പോൾ ഫർള് നിസ്കാരം അങ്ങനെ നിസ്കരിക്കാമെന്നാണ്. യഥാർത്ഥ തൊട്ടിപ്പുറത്ത് പള്ളിയുടെ മുമ്പിൽ നിർത്തിയിട്ടാണ് ഉള്ളത്. ആ പള്ളിയിൽ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പറ്റുന്ന പള്ളിയാണ്. അപ്പോൾ അവർ വെച്ച് യാത്ര ആകുമ്പോൾ ഇരുന്ന് നിസ്കരിക്കുന്നതിനും കുഴപ്പമില്ല, യാത്രയാകുമ്പോൾ അങ്ങനെ കിബിലയും വിഷയമല്ല. അതൊക്കെ സാധിക്കാത്തപ്പോൾ മാത്രമാണ്. അവിടെ അവർക്ക് ഒന്നും എണീക്കാൻ ഒരു കുഴപ്പമില്ല. അവർക്ക് എണീറ്റ് ആ പള്ളിയിൽ പോയാൽ ശരിക്കും നിന്നിട്ട് കിബിലക്കാരെ തന്നെ നിസ്കരിക്കുക. അങ്ങനെ തന്നെ ചെയ്യണം. അല്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, യാത്രയെന്ന് പറഞ്ഞിട്ട് വേഗം. അത് പണ്ഡിതന്മാർ പറയണം, ഫ്ലൈറ്റിലാണെങ്കിൽ പോലും യാത്രയാണെങ്കിലും ഫത്തഖുല്ലാഹ മസ്തതഅ്തും. കപ്പലിലാണെങ്കിലൊക്കെ പണ്ഡിതന്മാർ പഴയ കാലത്ത് ഫത്ത് കൊടുക്കുന്നത് നിന്ന് നിസ്കരിക്കുക. വീഴൂല, നമ്മൾ തെറിച്ച് വീഴൊന്നുമില്ലെങ്കിൽ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന സമയത്ത് എന്ത് ചെയ്യണം, നിന്ന് തന്നെ നിസ്കരിക്കണം. കപ്പലിന് രണ്ടവസ്ഥ ഉണ്ട്. ഒന്ന് ഇളകി കളിക്കുക, ഭയങ്കരമായ അവസ്ഥ ഉണ്ടാവും. ചില അവസ്ഥയിൽ ഒരു കുഴപ്പമില്ലാതെ കപ്പൽ പോകും. അപ്പം നിന്ന് തന്നെ നിസ്കരിക്കാനാണ് പറയുന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ ചോദിക്കുമ്പോൾ പണ്ഡിതന്മാർ അതാണ് പറയുന്നത്. നമ്മൾ സൗദി എയർലൈൻസിലാണ് പോകുന്നതെങ്കിൽ അവിടെ നിന്ന് നിസ്കരിക്കാൻ പറ്റുന്ന സൗകര്യമുണ്ട്, നമ്മൾ അതന്നെ ഉപയോഗപ്പെടുത്തണം. കാരണം അവിടെ അവർ ചില ഫ്ലൈറ്റിൽ സ്ഥലം മാറ്റി വെച്ചിരിക്കുകയാണ്. 5-8 ആൾക്കാർക്കുള്ള സീറ്റ് സ്ഥലം മാറ്റി അവിടെ നിസ്കരിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ സമയമായിട്ടുണ്ട് എങ്കിൽ നമ്മൾ നിന്നിട്ട് തന്നെ അവിടെ നിസ്കരിക്കണം. എന്നാൽ അതിന് സാധിക്കാത്ത അവസ്ഥയാണെങ്കിൽ നമുക്ക് ഇരുന്നിട്ട് നിസ്കരിക്കാം. ഫത്തഖുല്ലാഹ മസ്തതഅ്തും എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ. സാധിക്കുന്നത്ര നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കുക. അവസാനത്തെ ഷർത്തും കൂടി പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഷർത്തു താസിയ അന്നിയ വമഹല്ലുഹ അൽ ഖൽബ് വതലഫ്ഫുദു ബിഹാ ബിദ്അ വദലീലു ഹദീസ് ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത് വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ. 9ാമത്തെ നിബന്ധന നിയ്യത്ത് ഉണ്ടായിരിക്കുക എന്നുള്ളതാണ്. ഇത് എല്ലാ അമലിനും ഉള്ള കാര്യം തന്നെയാണ്. എല്ലാ അമലും, നിസ്കാരം എന്നല്ല, എല്ലാ അമലിനും നിയ്യത്തുമാണ്. നിയ്യത്തില്ലാതെ അമൽ സ്വീകരിക്കുകയില്ല. വമഹല്ലുഹ അൽ ഖൽബ്, നിയ്യത്തിന്റെ സ്ഥാനം അത് ഖൽബിലാണ്. വതലഫ്ഫുദു ബിഹാ ബിദ്അ, അത് ചൊല്ലിപ്പറയൽ അത് ബിദ്അത്താണ്. വദലീലു ഹദീസ്, ദലീൽ ഹദീസാണ്. ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, തീർച്ചയായും പ്രവർത്തനങ്ങളെല്ലാം നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്. അപ്പം എല്ലാ പ്രവർത്തനങ്ങളും നിയ്യത്തുണ്ടെങ്കിലേ എന്ത് ചെയ്യുള്ളൂ, ശരിയാവുകയുള്ളൂ എന്നാണ്. വഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവ, ഓരോരുത്തരും എന്താണോ നിയ്യത്താക്കിയത് അതാണ് അവൻ ലഭിക്കുക. ദുനിയാവാണെങ്കിൽ ദുനിയാവ്, ആഖിറത്താണെങ്കിൽ ആഖിറത്ത്, അതാണ് ലഭിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇപ്പം നിയ്യത്ത് നമ്മൾ എന്ത് ചെയ്യേണ്ടതില്ല, ചൊല്ലി പറയേണ്ടതില്ല. നിയ്യത്ത് ചൊല്ലി പറയേണ്ടതില്ല എന്നുള്ളതിന് തെളിവ് എന്താണ്? ഇപ്പം നിയ്യത്ത് വെക്കണം എന്നുള്ള തെളിവേ അവിടെ പറഞ്ഞിട്ടുള്ളൂ. നിയ്യത്ത് ചൊല്ലി പറയേണ്ടതില്ല എന്നുള്ളതിന് തെളിവ് എന്താണ്? അനുസ്വാസം ചെയ്തിട്ടില്ല എന്നാണ്. കാരണം നിയ്യത്ത് ചൊല്ലുക എന്ന് പറയുന്ന ഒരു ഇബാദത്താണ്. ഇബാദത്തിന് എന്തിനാ തെളിവ് വേണ്ടത്? ചെയ്യാനാ തെളിവ് വേണ്ടത്. അതെപ്പോഴും നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന കാര്യമാണ്. ഇബാദത്തിന് ചെയ്യാനാണ് തെളിവ് വേണ്ടത്, അല്ലാതെ അത് ചെയ്യാൻ പാടില്ല എന്ന് പറയാൻ തെളിവൊന്നും വേണ്ട. മനസ്സിലായില്ലേ? നമുക്ക് ഇബാദത്തിന്റെ അസ്ൽ എന്താണ്? അൽമൻ ആണ്. അൽ അസ്ലു ഫിൽ ഇബാദത്തി അൽമൻ വൽ ഹദർ എന്ന് പറയും. ഇബാദത്തിന്റെ അടിസ്ഥാനം ഒന്നും ചെയ്യാൻ പാടില്ല, തവഖുഫാണ്, ഒന്നും ചെയ്യാൻ പാടില്ല. തെളിവുണ്ടോ ചെയ്യാം, അതാണ് കാര്യം ചെയ്യണം. തെളിവുണ്ടെങ്കിൽ ചെയ്യാം. അപ്പോൾ നിയ്യത്ത് ചൊല്ലി പറയണം എന്ന് ഒരാൾ പറയുമ്പോൾ അയാളാണ് മുത്താലബ്, അയാളാണ് കൊണ്ടുവരാൻ ആവശ്യപ്പെടേണ്ടത്. അയാളോടാണ്. അയാൾ ദലീൽ കൊണ്ടുവരാൻ. എവിടെയാണ് തെളിവ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏത് നിസ്കാരത്തിലാണ് അങ്ങനെ ചൊല്ലി പറഞ്ഞത്? കാരണം നിയ്യത്തിനെ കുറിച്ച് ഇത്രയും ശക്തിയായി പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതെങ്കിലും ഒരു നിസ്കാരത്തിന് ഉസല്ലി
എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ടോ? കാരണം സ്വഹാബികൾ എന്ത് ചെയ്തിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം ഫാത്തിഹയ്ക്ക് ശേഷം അവിടുന്ന് ദുആഉൽ ഇസ്തിഫ്താഹ് ഓതിയത് സ്വഹാബികൾ കണ്ടിട്ടുണ്ട്. കാരണം അവർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരാൾക്കും സ്വഹാബികൾ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റൂല. നിസ്കാരത്തിന് അകത്തുള്ള കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ട്. ളുഹറിലും അസറിലും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതുന്നത് താടിയുടെ അനക്കം കണ്ടിട്ട് അവർ എത്ര ആയത്ത് ഓതി എന്ന് വരെ അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഫർള് നിർബന്ധമായ നിയത്ത്, കാരണം നിയത്താണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് സ്വഹാബികൾ ഒരാൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ നിയത്ത് ചൊല്ലിയിട്ടുണ്ട് എന്നുള്ളത്. അവിടുന്ന് ആയിരക്കണക്കിന് നിസ്കാരം സ്വഹാബികളെ കൊണ്ട് നിസ്കരിച്ചിട്ടുണ്ട്. അപ്പം അതിന് തെളിവില്ല എന്നാണ്. അതുകൊണ്ട് നമ്മൾ നിയത്ത് അതിന്റെ വാക്കർത്ഥം പോലെ തന്നെ അത് കരുതലാണ്. മനസ്സിൽ നമ്മൾ എന്ത് കരുതുന്നു എന്നാണ്, നമ്മൾ എന്ത് പറയുന്നു എന്നുള്ളതല്ല. നമ്മൾ മനസ്സിൽ കരുതണം. അത് രണ്ട് കാര്യമാണ് നമുക്ക് കരുതേണ്ടത്. എന്താണ്? ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് വേണ്ടിയാണ് ചെയ്യുന്നത്. ഇത് ഏത് നിസ്കാരമാണ് നിസ്കരിക്കുന്നത് എന്നാണ്. ഇത് നമ്മുടെ മനസ്സിലുണ്ടാവുക എന്നുള്ളതാണ്. അള്ളാഹ്ക്കാണ് ചെയ്യുന്നത്. അതേപോലെ അത് ഈ രണ്ട് കാര്യമാണ് നമ്മൾ അസ്ൽ അള്ളാഹ്ക്കാണ് ചെയ്യുക. പക്ഷെ ഇത് തെറ്റാൻ പാടില്ല, വേറൊരാളെ കണ്ട് ചെയ്യാൻ പാടില്ല. അതേപോലെ അസ്ല് നമ്മൾ ആ വക്തിന് എന്ത് ചെയ്യും? ആ നിസ്കാരമായിരിക്കും നിസ്കരിക്കുക. പക്ഷെ നമ്മൾ തെറ്റി നിയത്ത് വെച്ചാലോ നമ്മൾ നിസ്കാരം തെറ്റിപ്പോകും. ഇപ്പോൾ ളുഹറിന്റെ സമയത്ത് അസറിന്റെ നിയത്ത് പ്രത്യേകം എടുത്തു വെച്ചു, നിസ്കാരം പാത്തിലോ. നോർമലി നമ്മൾ ളുഹർ ബാങ്ക് എടുത്താൽ നടന്നു പോകുന്ന നിസ്കരിക്കാനാണ്. അവിടെ പ്രത്യേകം നമ്മൾ ളുഹർ നിസ്കരിക്കുന്നു എന്ന് മനസ്സിൽ കൊണ്ടുവന്നിട്ടില്ലെങ്കിൽ നമസ്കാരം ശരിയാവും. പക്ഷെ ഒരാൾ തെറ്റി ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റാണ്, അയാൾ ചോദിച്ചാൽ ളുഹറിന് ശേഷം ഉറങ്ങിയതാണ് ചോദിച്ചാൽ അസർ നിസ്കരിക്കാൻ പോകുന്നൊക്കെ വിചാരിച്ചു പള്ളിയിലൊക്കെ പോയി കൈയൊക്കെ കെട്ടി അങ്ങനെ എണീറ്റൊക്കെ നോക്കുമ്പോൾ സമയം 12 മണി. അല്ലാഹ്, എന്ത് ചെയ്യാൻ പറ്റും അയാൾക്ക്? അങ്ങനെ ഒരാൾ സംഭവിച്ചാൽ എന്താ ചെയ്യുക? അയാൾ ഉടനെ കൈ അയക്കുക, എന്നിട്ട് ബാക്കി തുടരുക. അവനൊരു റക്കായത്ത് നഷ്ടപ്പെട്ടിട്ട് ആ റക്കായത്ത്, കാരണം അയാൾ അസർ ഫുൾ ചിന്ത അസർ എന്നാണ്. അയാൾ ചിന്തിക്കുന്നത് ഞാൻ അസറിന്റെ തൊട്ടുമ്പോൾ എഴുന്നേറ്റിട്ടുള്ളത് എന്നാണ്. ഉറക്കത്ത് മനസ്സിലായില്ല, അല്ലെങ്കിൽ എണീറ്റു നേരെ പള്ളിയിൽ പോയി അസർ എന്നുള്ള നിയത്തിന് ഞാൻ ളുഹറൊക്കെ നേരത്തെ നിസ്കരിച്ചു എന്നാണ്. പക്ഷെ അത് ളുഹറായിരുന്നു. അപ്പോൾ അങ്ങനെ അതേപോലെ തന്നെ അസറിനും സംഭവിക്കാം. ഒരാൾ അസറിന്റെ സമയത്ത് എഴുന്നേറ്റിട്ട് അയാൾ ളുഹറൊക്കെ നേരത്തെ നിസ്കരിച്ചിട്ട് ഉറങ്ങിയതായിരിക്കും. പക്ഷെ അയാൾ ഉറക്കത്ത് എഴുന്നേറ്റപ്പോൾ വിചാരിച്ചു ഞാനിപ്പോൾ സുബഹിയായിട്ട് ഉറങ്ങിയിട്ട് ളുഹറിന് എഴുന്നേറ്റാണ്, നേരെ പള്ളിയിൽ പോയി ളുഹർ നിസ്കരിക്കുക എന്നുള്ള നിയത്തിലാണ് അയാൾ കിട്ടുന്നത്. അപ്പൊ അവിടെ പ്രത്യേകമായ ഒരു അബദ്ധം അയാൾ ചെയ്തു, ളുഹറാണ് എന്നുള്ള ചിന്തയെ കൊണ്ടുവന്നു. അതല്ലെങ്കിൽ നമ്മൾ ഓരോ വക്തിന് നമ്മൾ പോകുമ്പോൾ ആ വക്തിനാണ് നിസ്കരിക്കുന്നത് എന്നുള്ളതാണ് അസ്ൽ. എന്നാൽ അതൊരാൾ മനസ്സിൽ പ്രത്യേകം കൊണ്ടുവരുന്ന മുസ്തഹബാണ്, നല്ലതാണ്. നിസ്കാരം തൊട്ട് മുമ്പ് തന്നെ നമ്മൾ ഇന്നതാണ് നിസ്കരിക്കുന്നത് എന്നുള്ളത് മനസ്സിൽ കൊണ്ടുവന്നാൽ മുസ്തഹബാണ്. അപ്പം അതാണ് ഷർത്തുമായി ബന്ധപ്പെട്ട കാര്യം. ഇൻഷാ അല്ലാഹ് ഇത്രയും കാര്യങ്ങളാണെന്ന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. അർക്കാൻ സ്വലാ അടുത്ത ക്ലാസ്സിൽ മനസ്സിലാക്കാം. വല്ലാഹു തആല അലം. വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം.